ഖൈറും ഷെറും മനസ്സിലാക്കണം. ഇത് നിർബന്ധമാണ് ഒരാൾക്ക് ശരിയായ മാർഗത്തിൽ ജീവിക്കണമെങ്കിൽ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വഅശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹ് വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു സല്ലല്ലാഹു അലൈഹി വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. നമ്മൾ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ സീറയായിരുന്നു വായിച്ചുകൊണ്ടിരുന്നത്. അദ്ദേഹം ഖിലാഫത്ത് ഏറ്റെടുത്തതിനെക്കുറിച്ചും അതിനുശേഷം ഇസ്ലാമിന് ചെയ്ത ഖിദ്മത്തുകൾ, ഇതിനെക്കുറിച്ചൊക്കെ ആയിരുന്നു നമ്മൾ അവസാനമായി പറഞ്ഞു നിർത്തിയത്. ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ മറ്റു ഒരു പ്രത്യേകതയാണ്, അദ്ദേഹം ഫിത്നകൾക്ക് മുന്നിൽ വലിയൊരു തടസ്സമായിരുന്നു. നമുക്കറിയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് മുസ്ലിം ഉമ്മത്ത് ഒറ്റക്കെട്ടായിരുന്നു. മുസ്ലിം ഉമ്മത്തിൽ ഒരു ഫുർഖത്ത്, ഒരു ഭിന്നിപ്പുണ്ടായിട്ടില്ല. എല്ലാവരും ഒരേ മനസ്സുള്ള ആളുകളായിരുന്നു. അതിനുശേഷം ഒരുപാട് ഭിന്നിപ്പുകൾ ഈ ഉമ്മത്തിലുണ്ടായിട്ടുണ്ട്. അതുണ്ടാകും എന്നത് അള്ളാഹുവിൻ്റെ തീരുമാനമാണ്. വലാ യസാലൂന മുഖ്തലിഫീൻ ഇല്ലാ മൻ റഹിമ റബ്ബുക് വലിദാലിക ഖലഖഹും. മനുഷ്യർ ഭിന്നിച്ചുകൊണ്ടേയിരിക്കും, അള്ളാഹുവിൻ്റെ റഹ്മത്ത് ലഭിച്ചവരൊഴികെ. അതിനുവേണ്ടിയാണ് അവർ സൃഷ്ടിച്ചിരിക്കുന്നത്. അഥവാ ഈ ഭിന്നിപ്പിലൊക്കെ യഥാർത്ഥ ഹക്ക് മുറുകെ പിടിക്കുന്ന ആളുകൾ ആരാണ്? അനാവശ്യമായ ഭിന്നിപ്പുകൾക്ക് അതിന് പിന്നാലെ പോകാതെ ദീനിൽ ഉറച്ചു നിൽക്കുന്നത് ആരാണ്? ഇങ്ങനെയൊക്കെ പരീക്ഷിക്കാൻ വേണ്ടി, പരിശോധിക്കാൻ വേണ്ടി അള്ളാഹു താല ചെയ്യുന്നതാണ്. അത് അള്ളാഹുവിൻ്റെ പ്രാപഞ്ചികമായ ഒരു സുന്നത്ത്, ഒരു ചര്യയാണ്. മനുഷ്യർ ഭിന്നിച്ചുകൊണ്ടേയിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹീഹായ ഹദീസിൽ പറഞ്ഞിട്ടുള്ളതാണ്, ഇഖ്തലഫത്തുൽ യഹൂദു അല 71 ഫിർഖ വഖ്തലഫത്തുൻ നസാറ അല 72 ഫിർഖ വസതഫ്തരിഖു ഉമ്മത്തി അല 73 ഫിർഖ. യഹൂദികൾ 71 കക്ഷികളാണ്, നസാറാക്കൾ 72 വിഭാഗമായി പിളർന്നിട്ടുണ്ട്. ഈ ഉമ്മത്ത് 73 കക്ഷികളായി പിളരും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പിളർപ്പുകൾ കാണുമ്പോൾ, ഭിന്നിപ്പുകൾ കാണുമ്പോൾ നിരാശരാവേണ്ട കാര്യമില്ല. ഇത് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മുന്നറിയിപ്പാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഹയിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവചിച്ചിട്ടുള്ളതാണ്. അത് സംഭവിക്കുക തന്നെ ചെയ്യും. അത് അള്ളാഹുവിൻ്റെ പരീക്ഷണമാണ്. ഈ 73 കക്ഷികൾ ഉണ്ടായിട്ടും അതിലേക്കൊന്നും പിഴച്ചു പോകാതെ ഹക്കിൽ ആരാണ് ഉറച്ചു നിൽക്കുന്നത് എന്ന് അള്ളാഹു പരീക്ഷിക്കുന്നതാണ്. നമ്മുടെ ജീവിതത്തിൽ രോഗങ്ങൾ ഉണ്ടാകുന്നത് പോലെ, ദാരിദ്ര്യം ഉണ്ടാകുന്നത് പോലെ, അതുപോലെ അള്ളാഹുവിൻ്റെ മറ്റൊരു പരീക്ഷണം. രോഗമുണ്ടായാൽ ശിർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്, രോഗം മാറാൻ വേണ്ടി സാഹിറുമാരുടെ അടുത്ത് പോകുന്ന ആളുകളുണ്ട്. അതുപോലെ ദാരിദ്ര്യമുണ്ടായാൽ ഹറാമായ മാർഗങ്ങളിലൂടെ സമ്പാദിച്ച് ആ ദാരിദ്ര്യം പരിഹരിക്കാൻ ശ്രമിക്കുന്നവരുണ്ട്. അതൊക്കെ അള്ളാഹുവിൻ്റെ പരീക്ഷണമാണ്. എത്ര രോഗമായാലും അള്ളാഹുവിൻ്റെ വിധിയിൽ ക്ഷമിച്ച് ശർഈയായ മാർഗങ്ങൾ, അള്ളാഹു അനുവദിച്ച മാർഗങ്ങൾ, മരുന്നായാലും റുഖിയായാലും അങ്ങനെയുള്ള ദീനിൽ അനുവദിക്കപ്പെട്ട മാർഗങ്ങൾ മാത്രം സ്വീകരിച്ച് നിൽക്കുന്നത് ആരാണ് എന്ന് അള്ളാഹു നോക്കും. അതുപോലെ ദാരിദ്ര്യം വന്നാൽ ഹലാലായ മാർഗത്തിലൂടെ മാത്രം ഈ ദാരിദ്ര്യം നീക്കാം എന്ന് ചിന്തിക്കുന്നത് ആരാണ്? അതല്ല കുറുക്ക് വഴികൾ അന്വേഷിക്കുന്നത് ആരാണ്? ഇതൊക്കെ അള്ളാഹു പരീക്ഷിക്കുന്നതാണ്. അതുപോലെ വിവാഹം കഴിക്കാൻ സാധിക്കാതെ വിവാഹം വൈകിപ്പോയ ആളുകളുണ്ടാകും, ആണുങ്ങളും പെണ്ണുങ്ങളും ഉണ്ടാകും. ജീവിതത്തിൽ തീരെ വിവാഹം കഴിക്കാത്തവരുണ്ടാകും. അള്ളാഹുവിൻ്റെ പരീക്ഷണമാണ്. ഹറാമായ മാർഗങ്ങളിലൂടെ അവർ പോകുന്നുണ്ടോയെന്ന് അള്ളാഹു താഴെ നോക്കും. അതുപോലെ അള്ളാഹുവിൻ്റെ ഒരു പരീക്ഷണമാണ് ഭിന്നിപ്പ്. ഈ 72 കക്ഷികളിലേക്ക് പോകാതെ ഒന്നിൽ തന്നെ ഉറച്ചു നിൽക്കുന്നത് ആരാണ്? ആ ഒന്നിനെ കണ്ടുപിടിക്കാൻ വേണ്ടി ദീന് പഠിക്കുന്ന, അതിനുവേണ്ടി പരിശ്രമിക്കുന്ന ആളുകൾ ആരാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശോധിക്കുകയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രതിഫലം നൽകും. ഈ ഭിന്നിപ്പ് കടുക്കും തോറും ഹക്കിൽ ഉറച്ചു നിൽക്കുന്ന ആളുകളുടെ പ്രതിഫലം വർദ്ധിക്കുമെന്ന് മാത്രം. അപ്പോൾ ഈ ഫിത്നകൾക്കും ഭിന്നിപ്പുകൾക്കുമൊക്കെ മുന്നിലുള്ള ഒരു മറയായിരുന്നു ഉമർ റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിൻ്റെ കാലത്ത് ഭിന്നിപ്പുണ്ടായിട്ടില്ല. നമുക്കറിയാം, ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ കാലത്താണ് ആദ്യമായി ഇസ്ലാമിൽ ഖവാരിജുകൾ എന്ന് പറയുന്ന ഒരു വ്യതിയാന കക്ഷി പുറപ്പെടുന്നത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തോ അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ കാലത്തോ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്തോ ഇങ്ങനെ ഒരു പിഴച്ച കക്ഷികൾ ഇസ്ലാമിൽ ഉണ്ടായിട്ടില്ല. മുസ്ലിം ആയിക്കൊണ്ട് ഒരു പിഴച്ച കക്ഷി ഉണ്ടായിട്ടില്ല. നുബുവത്ത് വാദിച്ച ചില ആളുകൾ വന്നു, അവർ മുർത്തദ്ദാണ്, കാഫറാണ് എന്ന കാര്യം എല്ലാവർക്കും വ്യക്തമായിരുന്നു. അവർക്ക് എതിരെ മുസ്ലിം ഉമ്മത്ത് ഒറ്റക്കെട്ടായി യുദ്ധം ചെയ്തിട്ടുണ്ട്. എന്നാൽ ഉമ്മത്തിനുള്ളിൽ ഒരു ഫുർഖത്തുണ്ടായത് അതിനുശേഷമാണ്. ഒരു ഹദീസ് അസർ കാണാം. ഹുദൈഫത്ത് ബിൻ യമാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുകയാണ്, കുന്ന ഇൻദ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഞങ്ങൾ ഒരിക്കൽ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ അടുക്കലായിരുന്നു, അദ്ദേഹത്തിൻ്റെ മജ്ലിസിലിരിക്കുകയായിരുന്നു. ഫഖാല, അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അയ്യുക്കും യഹ്ഫളു ഹദീസ് റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫിൽ ഫിത്ന, ഫിത്നയെക്കുറിച്ച്
ഫിത്ന എന്ന് പറഞ്ഞാൽ പല അർത്ഥങ്ങളുണ്ട്. ഇവിടെ ഉദ്ദേശിക്കുന്നത് പിഴപ്പിക്കുന്ന പരീക്ഷണങ്ങൾ, ദീനിൽ നിന്ന് മനുഷ്യൻ പഴച്ചു പോകുന്ന പരീക്ഷണങ്ങൾ. അങ്ങനെയുള്ള ഫിത്നയെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാര്യം നിങ്ങൾക്ക് ആർക്കാണ് ഓർമ്മയുള്ളത്? ആ വിഷയത്തെക്കുറിച്ച് വന്നിട്ടുള്ള ഹദീസ് നിങ്ങൾക്ക് ആർക്കാണ് ഓർമ്മയുള്ളത്? ഫഖാല ഹുദൈഫ റളിയല്ലാഹു അൻഹു. അപ്പോൾ ഹുദൈഫ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അന അഹ്ഫളുഹു കമാ ഖാൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അതുപോലെ ഞാൻ ഹിഫ്ലാക്കിയിട്ടുണ്ട്. ഹുദൈഫ റളിയല്ലാഹു അൻഹുവിന്റെ പ്രത്യേകത എന്തായിരുന്നു? അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഷെറിനെ കുറിച്ച് ചോദിക്കാറുണ്ടായിരുന്നു. തിന്മകളെക്കുറിച്ച്, വഴിപിഴപ്പിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച്, നിഫാഖിനെ കുറിച്ച്, ഇതൊക്കെ ചോദിക്കുന്ന ആളാണ് ഹുദൈഫ റളിയല്ലാഹു അൻഹു. എന്തിനാണ് അത് ചോദിച്ചിരുന്നത്? ഇമാം ബുഖാരി മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം. ഹുദൈഫ റളിയല്ലാഹു അൻഹു അതിന്റെ കാരണം വ്യക്തമാക്കിയിട്ടുണ്ട്. കാന അന്നാസു യസ്അലൂന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനിൽ ഖൈർ. ജനങ്ങൾ അഥവാ സ്വഹാബിമാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഖൈറിനെ കുറിച്ച് ചോദിക്കും, നന്മയെക്കുറിച്ച്. നമുക്കറിയാം ധാരാളം ഹദീസുകളുണ്ട്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അയ്യുൽ അമലി അഹബ്ബു ഇലല്ലാഹ്, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള അമൽ എന്താണ്? അതുപോലെ തന്നെ സുഫിയാൻ ബിൻ അബ്ദുല്ലാഹ് അസ്സഖഫി റഹിമഹുല്ലാഹ് അദ്ദേഹം വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഖുല്ലി ഫിൽ ഇസ്ലാമി ഖൗലൻ, ഇസ്ലാമിൽ ദീനിന്റെ ഉപദേശങ്ങൾപ്പെട്ട ഒരു കാര്യം എനിക്ക് പറഞ്ഞു തരണം. ലാ അസ്അലു അൻഹു അഹദൻ ബഅദക്, അത് വേറെ ആർക്കും അറിയാത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാത്രം പറയാൻ സാധിക്കുന്ന ഒരു ഉപദേശം വേണം. അതുപോലെ മറ്റൊരു സഹാബി വന്നിട്ട് എനിക്ക് ഒരു അമൽ പറഞ്ഞു തരണം. ദുല്ലനി അല അമൽ, ഒരു അമൽ എനിക്ക് പറഞ്ഞു തരണം. ഇൻ അമൽതുഹു അഹബ്ബനില്ലാഹു അഹബ്ബനിന്നാസ്, അത് ചെയ്താൽ ആളുകൾ എന്നെ ഇഷ്ടപ്പെടണം, അള്ളാഹും ഇഷ്ടപ്പെടണം. ഇങ്ങനെ പല ജാതി ചോദ്യങ്ങൾ കാണാം സഹാബത്തിന്റെ. അതൊക്കെ ഖൈറിനെ കുറിച്ചാണ്. പക്ഷേ ഹുദൈഫ റളിയല്ലാഹു അൻഹു പറയുകയാണ്, വകുന്തു അസ്അലുഹു അനി ശർ, ഞാൻ ഷെറിനെ കുറിച്ചാണ് ചോദിക്കാറുള്ളത്. എന്തിനു വേണ്ടിയാണ്? മഹാഫത്ത യുദിരിക്കനി, ആ ഷെറിനെ ബാധിക്കാതിരിക്കാൻ വേണ്ടി. അപ്പോൾ ഖൈറും ഷെറും മനസ്സിലാക്കണം. ഇത് നിർബന്ധമാണ് ഒരാൾക്ക് ശരിയായ മാർഗത്തിൽ ജീവിക്കണമെങ്കിൽ. ചില ആൾക്കാർ പറയും, നിങ്ങൾ നല്ലത് പറഞ്ഞോ, എന്തിനാണ് മറ്റുള്ളവരെ കുറ്റം പറയുന്നത്? എന്തിനാണ് പിന്നെ മറ്റുള്ള ആളുകളെ സുന്നത്തിൽ നിന്ന് പുറത്താക്കാനും അതുപോലെ തന്നെ അവർ പഴച്ചവരാണെന്ന് പറയാൻ നിൽക്കുന്നത്? നിങ്ങൾ നിങ്ങളുടെ ആദർശം പറഞ്ഞോ, മറ്റുള്ളവർക്കെതിരെ എന്തിനാണ് സംസാരിക്കുന്നതെന്ന് ചോദിക്കും. അത് യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും അധ്യാപനത്തിനെതിരാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞാണ്, വലിതസ്തബീന സബീലുൽ മുജ്രിമീൻ, പാപികളുടെ അക്രമികളുടെ മാർഗം വ്യക്തമാക്കേണ്ടതുണ്ട്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഉത്തരവാദിത്തമാണ്, ഒരു ദൗത്യമാണ്. തെറ്റായ മാർഗങ്ങൾ എന്താണെന്ന് വിവരിച്ചു കൊടുക്കണം. അതുപോലെ ഹുദൈഫ റളിയല്ലാഹു അൻഹു പറയുകയാണ്, കുന്തു അസ്അലുഹു അനി ശർ, ഷർറിനെ കുറിച്ച് ഞാൻ ചോദിക്കുമായിരുന്നു, മഖാഫത അൻ യുദ്രിക്കനി, ആ ഷർറിനെ ബാധിക്കാതിരിക്കാൻ വേണ്ടി. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു അസർ നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാകും. ഇന്നമാ യൻഖുദു ഉറൽ ഇസ്ലാം, ഇസ്ലാമിന്റെ പിരികൾ, ഒരു കയറിനോട് ഇസ്ലാമിനെ ഉപമിച്ചാൽ കയറിന് കുറേ പിരികളുണ്ടാവും. അതിൽ ഓരോ പിരിയും ഉർവത്തൻ ഉർവ, ഓരോ പിരിയായിട്ട് പൊട്ടിപ്പോയിക്കൊണ്ടിരിക്കും. ഇസ്ലാം നശിച്ചു പോകുന്നർത്ഥം. ഇസ്ലാം നശിക്കുക എന്ന് പറഞ്ഞാൽ മുസ്ലിമീങ്ങൾ നശിക്കുമെന്നർത്ഥം. എപ്പോഴാണ് നശിക്കുക? ഇദാ നശഅ ഫിൽ ഇസ്ലാമി മൻ ലം യഅരിഫിൽ ജാഹിലിയ്യ, ജാഹിലിയത്ത് എന്താണെന്ന് അറിയാത്ത തലമുറകൾ ഇസ്ലാമിൽ വളർന്നു വരുമ്പോൾ. ഇപ്പോൾ സ്വഹാബത്തിന്റെ കാലത്ത് എന്തെങ്കിലും ഒരു തിന്മ സമൂഹത്തിൽ പ്രത്യക്ഷപ്പെട്ടാൽ അവർക്കത് വേഗം മനസ്സിലാകും. കാരണം ജാഹിലിയ കാലത്ത് ജീവിച്ചിരുന്നവരാണ്. അപ്പോൾ ഇത് അങ്ങോട്ട് തിരിച്ചു പോകാനുള്ള ഒരുക്കമാണെന്ന് അവർക്ക് മനസ്സിലാകും. അപ്പോൾ അവരതിനെ തടയും. എന്നാൽ ഇനി മുസ്ലിമായി ജനിക്കുന്ന മക്കൾ അവർക്കറിയില്ല, ഷെർ എന്താണെന്നേ അറിയില്ല. അങ്ങനെ ഒരു പതുക്കെ ഈ ഷെറിലേക്ക് പോകും. അപ്പോൾ തിന്മ എന്താണ് എന്നും പഠിച്ച് മനസ്സിലാക്കണം. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ കിതാബ് എഴുതിയിട്ടുള്ളത്. ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ അദ്ദേഹം എഴുതിയ ഒരു കിതാബുണ്ട്, മസാഇലുൽ ജാഹിലിയ്യ എന്നാണ് കിതാബിന്റെ പേര്. അത് ഓരോ മുസ്ലിമായ മനുഷ്യനും വായിച്ച് പഠിക്കേണ്ട കിതാബാണ്. ഇല്ലെങ്കിൽ അറിയാതെ ജാഹിലിയ കാലത്തെ മനുഷ്യന്മാരുടെ സ്വഭാവം നമ്മൾ കാണിക്കും. മസാഇലുൽ ജാഹിലിയ്യ, 100 ചില്ലാനം സ്വഭാവങ്ങൾ, ജാഹിലിയ കാലത്തെ അറബികൾക്കുണ്ടായിരുന്ന സ്വഭാവങ്ങൾ അതിൽ ഖുർആനിൽ നിന്നും സുന്നത്തിൽ നിന്നും ഉദ്ധരിച്ചുകൊണ്ട് ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ എഴുതിയിട്ടുണ്ട്. ആ കിതാബ് വായിച്ചു നോക്കിയാൽ നമുക്ക് ചിലപ്പോൾ തോന്നുന്നത് നമ്മളെക്കുറിച്ച് പറയാണ്. കുറേ സ്വഭാവങ്ങൾ നമുക്കുണ്ടാവും. നമുക്ക് ഓരോരുത്തർക്കും ഉള്ള സ്വഭാവങ്ങൾ ആ കിതാബിൽ കാണും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഷെർ എന്താണെന്ന് മനസ്സിലാക്കൽ പ്രധാനമാണ്. അതുകൊണ്ടാണ് ഉമർ റളിയല്ലാഹു അൻഹു ഇവിടെ ഹുദൈഫ റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുന്നത്, അല്ലെങ്കിൽ കൂടെ ഇരിക്കുന്ന ആ സദസ്സിലെ സ്വഹാബത്തിനോട് ചോദിക്കുന്നത്, ഫിത്നയെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? ആർക്കാണത് പറയാൻ സാധിക്കുക എന്ന് ചോദിച്ചു. അപ്പോൾ അവരുടെ മജ്ലിസുകളിൽ ഹദീസുകളായിരുന്നു അവരുടെ ചർച്ച, ദുനിയാവിൻ്റെ കാര്യങ്ങളല്ല. അങ്ങനെ ഈ ചോദ്യം ചോദിച്ചപ്പോൾ ഹുദൈഫ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എനിക്ക് നബി പറഞ്ഞതുപോലെ അത് പറയാൻ സാധിക്കും സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഖാലഹാത്ത്, നീ അത് പറയുക. ലില്ലാഹി അബൂക്ക്, ലില്ലാഹി അബൂക്ക് എന്ന് പറഞ്ഞാൽ നിന്റെ ഉപ്പ അള്ളാഹുവിനുള്ളതാണ് എന്ന് പറഞ്ഞാൽ അതൊരാൾ അഭിനന്ദിക്കാൻ വേണ്ടി പറയുന്നൊരു വാക്കാണ്. നീ നല്ലൊരു വാപ്പൻ്റെ മകൻ തന്നെയാണ് എന്ന് പറഞ്ഞാൽ അവിടെ ഈ ഹദീസ് ഹിഫ്ലാക്കിയതിന് അദ്ദേഹത്തെ അഭിനന്ദിച്ചതാണ്. ഇന്നക്കല ജരി, തീർച്ചയായും നീ വലിയൊരു സാഹസികനാണ് എന്ന് പറഞ്ഞാൽ ആ ഹദീസ് അതുപോലെ തന്നെ ഞാൻ പറയാം എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അദ്ദേഹത്തെ അഭിനന്ദിച്ചു. അപ്പോൾ ഇൽമിന്റെ പേരിൽ ആളുകളെ അഭിനന്ദിക്കുക അതും സ്വഹാബത്തിന്റെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാർഗമാണ്. ഒരു ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, അയ്യു ആയത്തിൻ ഫി കിതാബില്ലാഹി മഅക അഅ്ളം, അള്ളാഹുവിന്റെ കിതാബിലെ ഏത് ആയത്താണ് താങ്കൾക്ക് ഏറ്റവും
മഹത്തായതായി മനസ്സിലാക്കിയിട്ടുള്ളത്, ഏറ്റവും മഹത്തായ ആയത്തായി തങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ ഉബൈ ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ലാഹു വറസൂലുഹു ആലം, അല്ലാഹുവിനും റസൂലിനും അറിയാം എന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും ചോദിച്ചു, അയ്യു ആയത്തിൻ മഅക ഫീ കിതാബില്ലാഹി അഅ്ളം. അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തനിക്ക് ഉത്തരം പറയാൻ അവസരം തന്നിരിക്കുകയാണ്, തനിക്ക് ഇഷ്ടമുള്ളത് പറയാം. ഉബൈ ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം, ആയത്തുൽ കുർസി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ നെഞ്ചിൽ തട്ടിക്കൊണ്ട് പറഞ്ഞു, ലിയഹിനകൽ ഇൽമു അബൽ മുൻദിർ, താങ്കൾക്ക് ഇൽമു ലഭിച്ചതിന്റെ പേരിൽ സന്തോഷിച്ചു കൊള്ളുക എന്ന് പറഞ്ഞാൽ ഉത്തരം ശരിയാണ്. അപ്പോൾ ഒരാളൊരു ഇൽമു പഠിച്ച് അത് പറഞ്ഞു തരുമ്പോൾ അഭിനന്ദിക്കുക എന്നുള്ളത് നമ്മുടെ താഴെയുള്ള ആളുകളാണെങ്കിൽ, നമ്മൾ പഠിപ്പിക്കുന്ന കുട്ടികൾ അല്ലെങ്കിൽ നമ്മുടെ മക്കൾ ഒക്കെ ആണെങ്കിൽ അവരതിൻ്റെ പേരിൽ അഭിനന്ദിക്കുക എന്നുള്ളത് സഹാബത്തിൻ്റെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും മാർഗ്ഗമാണ്. എന്നിട്ട് പറഞ്ഞു, ഹുദൈഫ റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുത്തു, സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഫിത്നത്തുർ റജുൽ, ഒരു മനുഷ്യനെ ബാധിക്കുന്ന ഫിത്ന, അവനെ വഴിതെറ്റിക്കുന്ന കാര്യം എന്തൊക്കെയാണ്? ഫി അഹ്ലിഹി വമാലിഹി വനഫ്സിഹി വവലദിഹി വജാരിഹി, പല വഴിക്ക് വരും. ദീനിൽ നിന്ന് നമ്മെ പഴപ്പിക്കാനുള്ള ഫിത്നകൾ കുടുംബത്തിൽ വരും. അല്ലെ, ചില ആളുകൾ വളരെ സ്വാലിഹായി ജീവിച്ച ആളുകളായിരിക്കും, വിവാഹം കഴിഞ്ഞതോടുകൂടി അവൻ പഴച്ചു പോയതാ എത്ര ആളുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ വവലദിഹി, മക്കളെ കൊണ്ട് പഴച്ചു പോയ ആളുകളുണ്ട്. ജീവിതത്തിൽ ഒരു ഹറാമ് ചെയ്യാത്ത ആളുകൾ, അവസാനം മക്കൾ വളർന്നു വന്ന് അവരെ പഠിപ്പിക്കണം, അതിനുവേണ്ടി ലോൺ എടുത്തു, അല്ലെ വലിയ ഹറാമ് ചെയ്തു. അല്ലെ, പലിശ എന്ന് പറയുന്നത് പലിശ കൊടുക്കുന്നവനെയും വാങ്ങുന്നതിനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശപിച്ചിട്ടുള്ളതാണ്. രണ്ടുപേരും ഒരുപോലെ പാപികളാണ് എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. വ്യഭിചാരത്തേക്കാൾ വലിയ പാപമാണ്, അത് ചെയ്തു. അതുപോലെ വമാലിഹി, സമ്പത്ത് കൊണ്ട് പഴച്ചുപോയ ആളുകളുണ്ട്. ചിലപ്പോൾ നമുക്ക് അല്ലാഹു തആല സമ്പത്തിൽ എന്തെങ്കിലും പരിമിതി വെച്ചിട്ടുണ്ടെങ്കിൽ അത് അല്ലാഹുവിന്റെ റഹ്മത്തായിരിക്കും. ചിലപ്പോൾ സമ്പത്ത് കൊണ്ട് പഴച്ചുപോയ ആളുകളുണ്ട്, കോടികൾ കൊണ്ട് ബിസിനസ്സൊക്കെ ചെയ്ത് അതിൽ ഒരു 2 കോടി കൂട്ടാൻ വേണ്ടിയിട്ടായിരിക്കും പലിശക്ക് ലോൺ എടുക്കുന്നത്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഹറാമ് ചെയ്യുന്നത്, ആളുകളെ വഞ്ചിക്കുന്നത്. ഇങ്ങനെ പണം കൊണ്ട് പഴച്ചുപോയ ആളുകളുണ്ട്. അതുപോലെ തന്നെ ഈ സമ്പത്ത് നിലനിർത്താൻ വേണ്ടി, തൻ്റെ ബിസിനസ് നിലനിർത്താൻ വേണ്ടിയിട്ട് ഇപ്പോൾ കാണാം വലിയ വലിയ ബിസിനസ്സുകാർ അമ്പലം ഉണ്ടാക്കാനും ചർച്ച് ഉണ്ടാക്കാനും ഒക്കെ സംഭാവന കൊടുക്കുന്നത് എന്തിനു വേണ്ടിയാണ്? അവരുടെ ബന്ധങ്ങൾ നിലനിർത്താൻ വേണ്ടിയിട്ട്, ബിസിനസ്സിലൂടെ ഉണ്ടായ ബന്ധങ്ങൾ നിലനിർത്താൻ വേണ്ടിയിട്ട്. അത് മനസ്സിൽ തട്ടിയാണ് ചെയ്തതെങ്കിൽ, കുറ്റബോധമില്ലാതെയാണ് ചെയ്തതെങ്കിൽ കാഫിറാണ്, ഇസ്ലാമിൽ നിന്ന് പുറത്താണ്. അല്ല, അത് മനസ്സിൽ തൃപ്തിയില്ലാതെയാണ് ചെയ്തതെങ്കിൽ വലിയ ഒരു പാപം, വ്യഭിചാരത്തെക്കാളും കൊലപാതകത്തെക്കാളും ഒക്കെ വലിയൊരു തെറ്റ്, ഷിർക്കിന് പിന്തുണ കൊടുത്തു എന്നുള്ളൊരു പാപം അയാൾ ചെയ്തു. അപ്പം ഇങ്ങനെ ഒരാൾ ചിലപ്പോൾ പഴച്ചു പോകുന്നത് സമ്പത്ത് കൊണ്ടായിരിക്കും, ഫിമാലിഹി അവൻ്റെ പണം കൊണ്ടായിരിക്കും, വജാരിഹി ചിലപ്പോൾ അയൽവാസിയെ കൊണ്ടായിരിക്കും. അയൽവാസിയുമായിട്ടൊരു കുഴപ്പമുണ്ടായി, അതിൻ്റെ പേരിൽ ഉണ്ടായ പ്രശ്നങ്ങൾ അത് ചിലപ്പോൾ വലിയ അക്രമത്തിലേക്ക് എത്തിക്കും. ഇങ്ങനെ പലതും സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഇങ്ങനെ എന്തെങ്കിലും മനുഷ്യൻ പിഴക്കാൻ സാധ്യതയുണ്ട്, എല്ലാ വഴിക്കും ഫിത്നകൾ വരാൻ സാധ്യതയുണ്ട്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നോക്കൂ നിങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു രീതിയാണ്, ഒരു പ്രശ്നം അതിനെക്കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ അതിൻ്റെ പരിഹാരം ഉണ്ടാകും. വെറുതെ ആളുകളെ പറഞ്ഞ് പേടിപ്പിച്ച് അങ്ങനെ വിടുകയല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തത്. യുക്കഫിറുഹ, ഈ ഫിത്നകളെയൊക്കെ പരിഹരിക്കും. അസ്സിയാമു വസ്സലാത്തു വസ്സദഖ, നോമ്പ്, നമസ്കാരം, സദഖ, വൽ അംറു ബിൽ മഅറൂഫ് വന്നഹ്യു അനിൽ മുൻകർ, നന്മ കൽപ്പിക്കുക തിന്മ വിരോധിക്കുക. ഇങ്ങനെയൊക്കെ ചെയ്താൽ ഈ പ്രശ്നങ്ങളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യനെ രക്ഷപ്പെടുത്തും, ഈ ഫിത്നകളിൽ നിന്ന് രക്ഷപ്പെടുത്തും. ഖാല ഉമർ, അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അദ്ദേഹം ഉദ്ദേശിച്ചത് ഈ വിഷയമല്ല, വ്യക്തിപരമായി നമ്മൾ ബാധിക്കുന്ന ഫിത്നയെക്കുറിച്ചല്ല, മൊത്തം ഉമ്മത്തിനെ ബാധിക്കുന്ന പൊതുവായിട്ടുള്ള ഫിത്നകളെ കുറിച്ചാണ്. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ ഉദ്ദേശിച്ചത് ഇതല്ല, ലൈസ ഹാദാ ഉരീദ് ഇന്നമാ ഉരീദുൽ ഫിതൻ, ഞാൻ ഉദ്ദേശിച്ച ഫിത്ന എന്താണ്? അല്ലതി തമൂജു കമൗജിൽ ബഹർ, കടലിലെ തിരമാല പോലെ ഇളകി മറിയുന്ന ഫിത്നകൾ എന്ന് പറഞ്ഞാൽ എല്ലാവരെയും കൂടി ചുറ്റിപ്പൊതിയുന്ന, ഒരുപാട് ആളുകൾ ഒന്നിച്ച് പഴപ്പിക്കുന്ന ഫിത്നകൾ. ഇപ്പോൾ ഒരാൾക്ക് മക്കളെ കൊണ്ട് ഫിത്ന ഉണ്ടായാൽ അയാളും അയാളുടെ കുടുംബം മാത്രമാണത് അനുഭവിക്കേണ്ടി വരിക. നേരെ മറിച്ച് മൊത്തം സമുദായത്തിനെ ബാധിക്കുന്ന ഫിത്നകളുണ്ട്, അതിനെക്കുറിച്ചാണ് ഞാൻ ചോദിക്കുന്നത് എന്ന് പറഞ്ഞു. അത് ചോദിച്ചപ്പോൾ ഹുദൈഫ റളിയല്ലാഹു അൻഹു പറഞ്ഞു, മാ ലക വലഹായ അമീറുൽ മുഅ്മിനീൻ, നിങ്ങൾ എന്തിനാണ് അതിനെക്കുറിച്ച് ചോദിക്കുന്നത് അമീറുൽ മുഅ്മിനീൻ? ഇന്ന ബൈനക വബൈനഹ ബാബൻ മുഗ്ലഖൻ, അങ്ങനെയുള്ള ഫിത്നകൾ വരാനുണ്ട്, പക്ഷെ താങ്കളും ആ ഫിത്നകളും തമ്മിൽ അടച്ചു വെച്ച ഒരു വാതിലുണ്ട് എന്ന് പറഞ്ഞാൽ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത്, ജീവിതകാലത്ത് അങ്ങനെയുള്ള ഫിത്ന വരാൻ പോകുന്നില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇന്ന് എത്രമാത്രം ഫിത്നകളുടെ ഇടയിലാണ് നമ്മൾ ജീവിക്കുന്നത്. ആയിരക്കണക്കിന് ഫിത്നകൾ വേണമെങ്കിൽ നമുക്ക് എഴുതി വെക്കാൻ സാധിക്കും, എണ്ണി പറയാൻ സാധിക്കും, അല്ലേ? പലതരത്തിലുള്ള ഷഹവത്തുകളുടെ ഫിത്നകൾ, അതുപോലെ തന്നെ ശുബ്ഹത്തുകളുടെ, ദീനിനെ ബാധിക്കുന്ന സംശയങ്ങളും ചോദ്യങ്ങളും, അങ്ങനെയുള്ള ഫിത്നകൾ ഒരുപാട് നമ്മുടെ സമൂഹത്തിൽ നിന്നുണ്ട്, സമുദായത്തിലുണ്ട്. അന്ന് ഒരു ഫിത്നയില്ല, ഇങ്ങനെ പൊതുവായി എല്ലാവരെയും ബാധിക്കുന്ന ഒരു ഫിത്നയുമില്ല ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത്. കാരണം ചെറിയ ഒരു അദബുകേട് കണ്ടാൽ പോലും ഉമർ റളിയല്ലാഹു അൻഹു എന്ത് ചെയ്യും? വടിയെടുത്ത് അടിച്ച് മാറ്റും.
അല്ലേ? ഇപ്പോൾ ഒരു ഉദാഹരണം നോക്കൂ, നമ്മുടെ നാട്ടിൽ ഏത് രാജ്യത്ത് പോയാലും, ലോകത്ത് ഏത് രാജ്യത്ത് പോയാലും ബാങ്കുകൾ നിറഞ്ഞു നിൽക്കുകയാണ് പലിശ വാങ്ങുന്ന സ്ഥാപനങ്ങൾ. ഉമർ റളിയല്ലാഹുവിന്റെ കാലത്ത് അദ്ദേഹം അങ്ങാടിയിലേക്ക് പോകും. അങ്ങാടിയിലേക്ക് പോയിട്ട് മാർക്കറ്റിൽ കച്ചവടം ചെയ്യുന്ന ആളുകളോട് കച്ചവടത്തിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾ ചോദിക്കും. ഫിഖ്ഹിയായ മസലകൾ ഉമർ റളിയല്ലാഹു ചോദിക്കും. എന്നിട്ട് ഉത്തരമില്ലെങ്കിൽ അപ്പോൾ തന്നെ അയാളുടെ അടുത്ത് എഴുന്നേറ്റ് പോകാൻ പറയും. നീ മുസ്ലിമീങ്ങളെ പലിശ തീറ്റിക്കാവുന്നതാണോ എന്ന് ചോദിക്കും. കാരണം ചില കച്ചവടങ്ങൾ, ചില ഇടപാടുകൾ അത് ചില നിയമങ്ങൾ അനുസരിച്ച് ചെയ്തിട്ടില്ലെങ്കിൽ പലിശയാവും. ഉദാഹരണത്തിന് ഇപ്പോൾ സ്വർണം വിൽക്കുകയാണെങ്കിൽ വാങ്ങുകയാണെങ്കിൽ ഇടപാട് ഒരു മജ്ലിസിൽ തീരണം. നാളെ പൈസ തരാം അല്ലെങ്കിൽ നാളെ സ്വർണം തരാം എന്ന് പറഞ്ഞാൽ അത് പലിശയാണ്. ഇതുപോലെ നിരവധി നിയമങ്ങളുണ്ട് കച്ചവടത്തിന്റെ. അപ്പോൾ ഇങ്ങനെയുള്ള നിയമങ്ങൾ അറിയാത്ത ആളെ കച്ചവടം ചെയ്യാൻ ഉമർ റളിയല്ലാഹു അനുവദിക്കാറില്ല. അത്രമാത്രം സൂക്ഷ്മത അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതുകൊണ്ട് ആർക്കും ഒരു ഫിത്നയുമില്ല. അന്ന് പൊതുവായി ആളുകളെ ബാധിക്കുന്ന ഒരു ഫിത്നയുമില്ല. ഇന്ന് എത്ര ഫിത്നകൾ, കച്ചവടത്തിന്റെ പേരിൽ പലിശയാകുന്ന ഇടപാടുകൾ, ആളുകളെ വഞ്ചിക്കുന്ന ഇടപാടുകൾ, അതുപോലെ തന്നെ പൊതുവെ എല്ലാവരെയും സ്വഭാവം ദുഷിപ്പിക്കുന്ന തരത്തിലുള്ള മീഡിയകൾ, ഇങ്ങനെ എന്തെല്ലാം നമ്മുടെ ചുറ്റുപാടുമുണ്ട്. ഉമർ റളിയല്ലാഹുവിനോട് പറയുകയാണ്, താങ്കൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് പേടിക്കേണ്ടതില്ല, ഒരു വാതിലവിടെ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഉമർ റളിയല്ലാഹു ചോദിച്ചു, ഫയുക്സറുൽ ബാബു ഔ യുഫ്തഹ്, ഒരു വാതിലുണ്ട് അതുകൊണ്ട് താങ്കൾ പേടിക്കേണ്ട എന്നാണ് ഹുദൈഫ റളിയല്ലാഹു പറഞ്ഞത്. കൂടുതലൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഉമർ റളിയല്ലാഹു ചോദിച്ചു, ആ വാതില് തുറക്കുകയാണോ ചെയ്യുക അതല്ല തകർക്കുകയാണോ ചെയ്യുക എന്ന് ചോദിച്ചു. കാരണം എന്തായാലും ഈ ഉമ്മത്തിൽ ഫിത്നകൾ അവസാന കാലത്ത് വരും എന്ന് ഉറപ്പാണ്. അപ്പോൾ ഈ വാതിൽ ഒരിക്കൽ തുറക്കപ്പെടും. അത് സാധാരണഗതിയിലുള്ള തുറക്കലായിരിക്കുമോ അതല്ല അത് തച്ച് തകർക്കുകയായിരിക്കുമോ എന്ന് അദ്ദേഹം ചോദിച്ചു. കാല ഹുദൈഫ, അപ്പോൾ ഹുദൈഫ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലാ ബൽ യുക്സർ, ആ വാതിൽ തകർക്കപ്പെടുകയാണ് ചെയ്യുക. സാധാരണ ഒരു വാതിൽ തുറക്കുന്ന പോലെ തുറക്കല്ല, ആ വാതിൽ പൊളിക്കുകയാണ് ചെയ്യുക. കാല ഉമർ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ദാക അഹ്റ അല്ലാ യുഗ്ലഖ അബദാ, അങ്ങനെയാണെങ്കിൽ തുറക്കുകയല്ല ആ വാതിൽ തകർക്കുകയാണ് ചെയ്യുക എന്നുണ്ടെങ്കിൽ പിന്നെ ഖിയാമത്ത് നാൾ വരെ അത് അടയാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞു. ഖാല അബൂ വാഇൽ, ഈ സംഭവം റിപ്പോർട്ട് ചെയ്യുന്ന ഹുദൈഫ റളിയല്ലാഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന റിപ്പോർട്ടറായിട്ടുള്ള അബൂ വാഇൽ റഹിമഹുല്ലാഹ്, അദ്ദേഹം പറഞ്ഞു, ഹൽ കാന ഉമറു യഅലമു മനിൽ ബാബ്, ഈ വാതിൽ എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിച്ചത് എന്ന് ഉമറിന് അറിയാമായിരുന്നോ? ഹുദൈഫ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നഅം, അതെ അദ്ദേഹത്തിന് അറിയാമായിരുന്നു. എത്രമാത്രം അറിയാമായിരുന്നു? കമാ യഅലമു അന്ന ദൂന ഗദിൻ അല്ലൈല, ഇന്ന് രാത്രി കഴിഞ്ഞാൽ പിന്നെ നാളെയാണ് എന്നറിയാവുന്നത് പോലെ അദ്ദേഹത്തിന് അറിയാമായിരുന്നു. ഇന്നി ഹദ്ദസ്തുഹു ഹദീസൻ ലൈസ ബിൽ അഗാലീത്ത്, ഞാൻ അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, അബദ്ധമല്ലാത്ത വ്യക്തമായ നിലക്ക് അത് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഖാല അബൂ വാഇൽ, അപ്പോൾ ഈ റിപ്പോർട്ടർ വീണ്ടും ചോദിച്ചു, ഫഹിബ്ന അൻ നസ്അല ഹുദൈഫ മനിൽ ബാബ്, അപ്പം എന്താണ് ഈ വാതിൽ കൊണ്ട് ഉദ്ദേശം എന്ന് ഹുദൈഫയോട് പിന്നെ ചോദിക്കാൻ എനിക്ക് തോന്നിയില്ല, പേടി തോന്നി. കാരണം അവരുടെ അധ്യാപകന്മാർ ബഹുമാനിച്ചിരുന്നു, ആദരിച്ചിരുന്നു. അവരുടെ അധ്യാപകന്മാർ ഷെയ്ഖുമാരും അങ്ങനെ സ്വഭാവ ഗുണമുള്ള ആളുകളുമായിരുന്നു. അതുകൊണ്ട് കൂടുതൽ ചോദ്യം ചോദിക്കാൻ ഞങ്ങൾക്ക് പേടിയായ, എന്താണ് ഈ ബാബു കൊണ്ട് ഉദ്ദേശം എന്ന് ഞങ്ങൾ ചോദിച്ചില്ല. ഫഖുൽനാ ലി മസ്റൂഖ്, അങ്ങനെ എന്ത് ചെയ്തു? മറ്റൊരു ശിഷ്യനായ ഹുദൈഫ റളിയല്ലാഹുവിന്റെ മറ്റൊരു ശിഷ്യനായ മസ്റൂഖ് ഇബ്നുൽ അജ്ദ റഹിമഹുല്ലാഹ് എന്ന താബിഈ, അദ്ദേഹത്തോട് ഞങ്ങൾ പറഞ്ഞു, ഹുദൈഫ റളിയല്ലാഹുവിനോട് ചോദിക്കണം, സൽ ഹുദൈഫ മനിൽ ബാബ്, എന്താണ് ഈ വാതിൽ കൊണ്ട് ഉദ്ദേശം എന്ന് ചോദിക്കണം. ഫഖാല മസ്റൂഖ്, അങ്ങനെ മസ്റൂഖ് റഹിമഹുല്ലാഹ് ചോദിച്ചു, മനിൽ ബാബ്. ഖാല ഹുദൈഫ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഹുവ ഉമർ, അത് ഉമർ റളിയല്ലാഹു അൻഹു ആണ്. ഉമർ റളിയല്ലാഹു അൻഹു എന്നുള്ള വ്യക്തിയാണ് ആ വാതിൽ. അത് തകരുകയാണ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ മരണം കൊലപാതകമായിരിക്കും, സാധാരണ മരണമാവുകയില്ല എന്നർത്ഥം. അദ്ദേഹം മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഫിത്നകൾ അവസാനിക്കുകയുമില്ല, അതാണ് ഫിത്നകളുടെ തുടക്കം. പിന്നെ ഖിയാമത്ത് നാൾ വരെ ഈ ഉമ്മത്തിൽ പലതരത്തിലുള്ള ഫിത്നകളും ഉണ്ടാകും. ഇത് ഒരേ സമയത്ത് ഉമർ റളിയല്ലാഹുവിന്റെ ഒരു മൻഖബ, അദ്ദേഹത്തിന്റെ ഒരു മഹത്വം കാണിക്കുന്ന ഒരു സംഭവമാണ്. ആലോചിച്ച് നോക്കുക, ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ ഫضل കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉമ്മത്തിനെ മുഴുവൻ ഫിത്നകളിൽ നിന്ന് രക്ഷപ്പെടുത്തി. അതേസമയം തന്നെ നമ്മൾ പേടിക്കേണ്ട ഒരു കാര്യവുമാണ്. അന്ന് തുടങ്ങിയതാണ് ഫിത്നകൾ. അതുകൊണ്ട് തന്നെ നമ്മുടെ ചുറ്റുമുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ സൂക്ഷ്മതയോടെ വേണം കാണാൻ. ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്, ഈ ഇന്റർനെറ്റ് എന്ന് പറയുന്ന സംഭവം ഈ അവസാന കാലത്ത് വരുന്ന ഫിത്നകൾപ്പെട്ടിട്ടുള്ളതാണ്. എല്ലാവരെയും ഒന്നിച്ച് പഴപ്പിക്കാൻ പറ്റുന്ന മാധ്യമങ്ങൾ, അതൊക്കെ ഫിത്നകൾപ്പെട്ടതാണ്. ഉപയോഗിക്കുമ്പോൾ സൂക്ഷിക്കണം. അപ്പം ഇങ്ങനെയുള്ള രണ്ട് ആശയങ്ങൾ ഈ സംഭവത്തിൽ അടങ്ങിയിട്ടുണ്ട്. ഇനി അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ധാരാളം കറാമത്തുകൾ ഉണ്ടായിട്ടുണ്ട്. ഉമർ റളിയല്ലാഹുവിന്റെ ജീവിതത്തിൽ ഒരിക്കൽ ഉമർ റളിയല്ലാഹു അൻഹു ഒരു സൈന്യത്തെ യുദ്ധത്തിന് വേണ്ടി പറഞ്ഞയച്ചു. അങ്ങനെ ആ സൈന്യത്തിന്റെ അമീറായിട്ട് അദ്ദേഹം പറഞ്ഞയച്ചത് സാരിയ എന്ന് പറയുന്ന ഒരു വ്യക്തിയെയാണ്. നിങ്ങൾ ചിലപ്പോൾ ഈ സംഭവം കേട്ടിട്ടുണ്ടാവും. അങ്ങനെ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് വളരെ ദൂരെയാണ്, അറേബ്യക്ക് പുറത്താണ്, നഹാവന്ത് എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് യുദ്ധം നടക്കുന്നത്. അപ്പോൾ ഒരുപാട് ദൂരെയാണ്, ജസീറത്തുൽ അറബിന് പുറത്താണ്, ഒരുപക്ഷെ ആയിരക്കണക്കിന് കിലോമീറ്റർ ദൂരമുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു മദീനയിൽ ഖുത്ബ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് വെള്ളിയാഴ്ച.
അങ്ങനെ ഖുത്ബക്കിടയിൽ പെട്ടെന്ന് വിഷയം മാറിയിട്ട് ഉമർ റളിയല്ലാഹു അൻഹു ഉറക്കെ വിളിച്ചു പറഞ്ഞു, യാ സാരിയ അൽ ജബൽ, സാരിയ എന്നുള്ള വ്യക്തിയുടെ പേര് വിളിച്ചിട്ട് ആ മല സൂക്ഷിക്കുക എന്ന് പറഞ്ഞു. എങ്ങനെ പറഞ്ഞു? അതിനുശേഷം ഈ സൈന്യത്തിന്റെ ദൂതൻ ഇങ്ങോട്ട് വന്നു. അദ്ദേഹം വന്നപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, അദ്ദേഹത്തോട് വിശേഷങ്ങളൊക്കെ ചോദിച്ചു. ഫഖാൽ, അപ്പോൾ അദ്ദേഹം പറഞ്ഞു, യാ അമീറുൽ മുഅ്മിനീൻ ഹുസിംന, ഞങ്ങൾ ഈ യുദ്ധത്തിൽ പരാജയപ്പെടാൻ പോയി, ഞങ്ങൾക്കായിരുന്നു പരാജയം തുടക്കത്തിൽ. ഇത് സമിഅന സൗതൻ യുനാദി, അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു ശബ്ദം കേട്ടു, യാ സാരിയ അൽ ജബൽ, ആ മല നീ നോക്കുക എന്ന് പറഞ്ഞിട്ട് ഒരു ശബ്ദം 3 പ്രാവശ്യം അങ്ങനെ കേട്ടു. ഫഅസ്നദ്നാ ളുഹൂറന ഇലൽ ജബൽ, അങ്ങനെ ഞങ്ങൾ ഈ മലയുടെ പിന്നിൽ പോയിട്ട് ഒളിച്ചു. ഫഹസമഹുമുല്ലാഹു തആല, അല്ലാഹു തആല അവരെ തോൽപ്പിച്ചു എന്ന് പറഞ്ഞാൽ കുറച്ച് സമയം ഈ മലയുടെ പിന്നിൽ പോയി നിന്നപ്പോൾ അവർക്കൊരു സമയം കിട്ടി, അങ്ങനെ വീണ്ടും തിരിച്ചു വന്നിരിക്കാം. ഏതായിരുന്നാലും അതിനുശേഷം വിജയമുണ്ടായി എന്ന് പറഞ്ഞു. അങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ഒരാൾ പറഞ്ഞു, ഇന്നക കുന്ത തസീഹു ബിദാലിക്, താങ്കൾ ഈ പറഞ്ഞ സമയത്താണ് ഈ സംഭവം ഉണ്ടായത് എന്ന് ഒരാൾ അവിടെ നിന്ന് പറയുകയുണ്ടായി. അപ്പം അങ്ങനെ അത്രയും ദൂരെ ഉണ്ടായിരുന്ന ആളുകളോട് ഉമർ റളിയല്ലാഹു അൻഹു അങ്ങനെ വിളിച്ചു പറയുകയും അവർ ആ ശബ്ദം കേൾക്കുകയും ചെയ്തു. അങ്ങനെ യുദ്ധത്തിൽ വിജയമുണ്ടായി. ഈ സംഭവം സാധാരണ നമ്മുടെ നാട്ടിൽ മരിച്ചുപോയ മഹാന്മാരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി ചില ആളുകൾ തെളിവാക്കാറുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കറാമത്ത് അദൃശ്യമായ മാർഗത്തിൽ സഹായിച്ചല്ലോ എന്ന് പറഞ്ഞിട്ട്. ഇവിടെ ഉമർ റളിയല്ലാഹു അൻഹു ഒരു കറാമത്താണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ അമ്പിയാക്കൾക്ക് മോജിസത്തുകളും അതുപോലെ ഔലിയാക്കൾക്ക് കറാമത്തും കൊടുക്കും. ആ കറാമത്തുകൾ അല്ലെങ്കിൽ മോജിസത്തുകൾ അത് അവർക്ക് തോന്നുമ്പോൾ ചെയ്യാൻ പറ്റുന്നതാണോ? അല്ല, അല്ലാഹു തആല ഉദ്ദേശിക്കുന്ന സമയത്ത് നടപ്പിലാക്കുന്നതാണ്. അതുകൊണ്ട് ഒരാളോട് സഹായം ചോദിക്കാൻ പറ്റുമോ? ഇപ്പോൾ ഈസാ അലൈഹിസ്സലാം മരിച്ച ആളുകൾക്ക് ജീവൻ കൊടുത്തിട്ടുണ്ട് അള്ളാഹുവിന്റെ അനുവാദത്തോടു കൂടി മോജിസത്തായിട്ട്. ഇപ്പോൾ ഒരാൾ മരിച്ചുപോയി, നമ്മുടെ ഉപ്പ മരിച്ചു, ഉമ്മ മരിച്ചു, അപ്പോൾ ഈസാ നബിയെ വിളിച്ചിട്ട് ജീവൻ കൊടുക്കാൻ വേണ്ടി പറയാൻ പറ്റുമോ? ഒരിക്കലും പാടില്ല. അങ്ങനെ പറഞ്ഞാൽ അവൻ കാഫിറാണ്, ഇസ്ലാമിൽ അവന് സ്ഥാനമില്ല. അതുപോലെ നിരവധി അത്ഭുതങ്ങൾ, കറാമത്തുകൾ ഉണ്ടായിട്ടുണ്ട്. മറിയം അലൈഹിസ്സലാം, അവർക്ക് അല്ലാഹു തആല ഭക്ഷണം കൊടുത്തു. അവർക്ക് യാതൊരു സബബും ചെയ്യാതെ, യാതൊരു മാർഗവും സ്വീകരിക്കാതെ അല്ലാഹു തആല ഭക്ഷണം ഇറക്കി കൊടുക്കുമായിരുന്നു. അപ്പോൾ ഒരാൾക്ക് പട്ടിണിയാണ്, ഭക്ഷണമില്ല, അപ്പോൾ മറിയം ബീവിനെ വിളിച്ച് പ്രാർത്ഥിക്കാൻ പറ്റുമോ? പാടില്ല. അത് വളരെ വ്യക്തമായ കാര്യമാണ്. അപ്പോൾ ഏതായാലും ഇങ്ങനെ ഒരു കറാമത്ത് ഉമർ റളിയല്ലാഹു അൻഹു ജീവിതത്തിൽ ഉണ്ടായിരുന്നു. ഉമർ റളിയല്ലാഹു അൻഹു അങ്ങേയറ്റം വിനയമുള്ള ആളായിരുന്നു. അദ്ദേഹം വസ്ത്രം തുന്നിക്കൂട്ടിയ അവസ്ഥയിലായിരുന്നു ധരിക്കാറുള്ളത്. അതുപോലെ തന്നെ കഴുതപ്പുറത്തായിരുന്നു യാത്ര ചെയ്യാറുള്ളത്. കുതിരയും ഒട്ടകമൊന്നും പതിവായി അദ്ദേഹം ഉപയോഗിക്കാറില്ല. കഴുതപ്പുറത്തായിരുന്നു ഉമർ റളിയല്ലാഹു അൻഹു യാത്ര ചെയ്യാറുള്ളത്. അതുപോലെ തന്നെ അദ്ദേഹം അധികം ചിരിക്കാറുണ്ടായിരുന്നില്ല. ധാരാളമായി തഹജ്ജുദ് നമസ്കരിക്കുന്ന ആളായിരുന്നു. ഇശാ നമസ്കാരത്തിന് ഇമാമിൽ നിന്ന് നമസ്കരിച്ചതിന് ശേഷം വീട്ടിൽ പോയി അദ്ദേഹം ഫജ്റിനോട് അടുത്ത സമയം വരെ കുറേ സമയം തഹജ്ജുദ് നമസ്കരിക്കുമായിരുന്നു. അതുപോലെ തന്നെ ചില ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണാം, അദ്ദേഹത്തിന്റെ വസ്ത്രം, ആ വസ്ത്രത്തിന്റെ പുറം ഭാഗത്ത് 4 സ്ഥലത്തെങ്കിലും തുന്നിക്കൂട്ടിയിട്ടുണ്ടാകും. 4 സ്ഥലം കീറിയിട്ട് തുന്നിയ അവസ്ഥയിലുള്ള വസ്ത്രമായിരുന്നു അദ്ദേഹം ധരിക്കാറുള്ളത്. എങ്ങോട്ടെങ്കിലും യാത്ര പോവുകയാണെങ്കിൽ സാധാരണ അറബികൾ മരുഭൂമിയിൽ വിശ്രമിക്കുമ്പോൾ ഒരു ടെന്റ് ഉണ്ടാക്കിയിട്ടാണ് വിശ്രമിക്കുക. അദ്ദേഹം അങ്ങനെ ചെയ്യാറില്ല. അദ്ദേഹം തൻ്റെ തോളിലുള്ള പുതപ്പ്, വസ്ത്രമായി ധരിക്കുന്ന പുതപ്പ്, അതെടുത്ത് വല്ല മരത്തിന്റെ മുകളിൽ വിരിച്ചിട്ട് അതിന്റെ ചുവട്ടിലാണ് വിശ്രമിക്കുക. അങ്ങനെയായിരുന്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അവസ്ഥ. ഇതുപോലെ നിരവധി സംഭവങ്ങൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ കാണാൻ സാധിക്കും. അദ്ദേഹത്തിന്റെ വിനയം എടുത്തു കാണിക്കുന്ന സംഭവങ്ങൾ. അതുപോലെ തന്നെ അള്ളാഹുവിന്റെ മാർഗത്തിൽ അള്ളാഹുവിന്റെ പേരിൽ സ്നേഹവും വെറുപ്പും കാണിച്ചിരുന്ന ആളായിരുന്നു ഉമർ റളിയല്ലാഹു അൻഹു. മുഅ്മിനീങ്ങളോട് വിനയവും താഴ്മയും, അതുപോലെ അള്ളാഹുവിന്റെ ശത്രുക്കളോട്, ഇസ്ലാമിന്റെ ശത്രുക്കളോട് വളരെ ശിദ്ദത്തോടുകൂടി പെരുമാറുന്ന ആളാണ്. ഒരിക്കൽ ഹിജ്റ 17-ാം വർഷം അദ്ദേഹം ഖിലാഫത്തിലിരിക്കുന്ന സമയത്ത് അഹ്വാസ് എന്ന് പറയുന്ന സ്ഥലം, അഹ്വാസ് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഇറാന്റെ ഭാഗമാണ്, അവിടെ ഉണ്ടായിരുന്ന രാജാവ് ഹുർമുസാൻ എന്ന് പറയുന്ന ഒരു രാജാവിനെ ബന്ദിയാക്കിക്കൊണ്ട് ഉമർ റളിയല്ലാഹുവിന്റെ മുന്നിൽ കൊണ്ടുവന്നു. അങ്ങനെ മദീനയിലെത്തിയപ്പോൾ അദ്ദേഹം രാജാവാണല്ലോ, അതുകൊണ്ട് അദ്ദേഹത്തെ പിടിച്ചുകൊണ്ടുവന്ന സ്വഹാബിമാർ ഈ വ്യക്തിക്ക്, ഈ ഹുർമുസാൻ എന്ന് പറയുന്ന രാജാവിന് നല്ല വസ്ത്രങ്ങൾ, പട്ടുവസ്ത്രം ഒക്കെ കൊടുത്തു. അയാൾ ഉപയോഗിച്ചിരുന്ന വസ്ത്രം, കിരീടം, അങ്ങനെ അയാളുടെ എല്ലാ ഔദ്യോഗിക വേഷത്തോടു കൂടിയാണ് ഉമർ റളിയല്ലാഹുവിന്റെ മുമ്പിൽ കൊണ്ടുവന്നത്. അങ്ങനെ കൊണ്ടുവന്നപ്പോൾ മസ്ജിദിലേക്ക് കൊണ്ടുവന്നു. ഉമർ റളിയല്ലാഹു അൻഹു എവിടെയാണെന്ന് അന്വേഷിച്ചപ്പോൾ മസ്ജിദിലാണെന്ന് പറഞ്ഞു. അവിടെ അദ്ദേഹത്തെ കൊണ്ടുവന്നു. അവിടെ വന്നപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു കിടന്നുറങ്ങുകയാണ്. അങ്ങനെ ഈ രാജാവും കൂടെ വന്ന ആളുകളും ഒക്കെ അവിടെ ഇരുന്നു. അപ്പോൾ രാജാവ് ചോദിച്ചു, അയ്ന ഹുവ ഉമർ, എവിടെയാണ് ഉമർ? ഖാലു ഹുവ ദാ, അവർക്ക് കാണിച്ചു കൊടുത്തു, പള്ളിയിൽ കിടന്നുറങ്ങുന്നുണ്ട്. ഖാല ഫഅയ്ന ഹറസുഹു വ ഹുജ്ജാബുഹു, അദ്ദേഹത്തിന്റെ കാവൽക്കാരും അതുപോലെ പിന്നെ അദ്ദേഹത്തിന്റെ അടുത്ത ആളുകളായിട്ട് സെക്രട്ടറിമാരൊക്കെ പോലെയുള്ള ആൾക്കാർ, ഇവരൊക്കെ എവിടെയെന്ന് ചോദിച്ചു.
കാലു അവർ പറഞ്ഞു ലൈസ ലഹു ഹാരിസുൻ വല ഹാജിബ്, അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു കാവൽക്കാരനോ അല്ലെങ്കിൽ ഇടയാളന്മാരോ ഒന്നുമില്ല, ആർക്കും നേരിട്ട് അദ്ദേഹത്തോട് സംസാരിക്കാം. അത് പറഞ്ഞപ്പോൾ ഫനദർ അൽ ഹുർമുസാൻ ഇല ഉമർ, ഉമർ റളിയല്ലാഹു അൻഹുവിനെ നോക്കിയിട്ട് ഉറങ്ങിക്കിടക്കുന്ന ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ഇദ്ദേഹം പറഞ്ഞു അദൽത ഫഅമിൻത ഫനിംത, താങ്കൾ നീതി പാലിച്ചു, അതുകൊണ്ട് താങ്കൾക്ക് സമാധാനമുണ്ടായി, അതുകൊണ്ട് ഉറങ്ങാൻ സാധിക്കുന്നു എന്ന് പറഞ്ഞു. നീതിപൂർവ്വം ഭരിച്ചതുകൊണ്ട് ആരെയും പേടിക്കേണ്ടതില്ല, ശത്രുക്കളില്ല, അതുകൊണ്ട് സമാധാനമായിട്ട് ഉറങ്ങാൻ താങ്കൾക്ക് കഴിയുന്നുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു. അങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹു ഉറക്കമുണർന്നു ആളുകളുടെ ശബ്ദം കേട്ടിട്ട്. എന്നിട്ട് ഇദ്ദേഹത്തെ കണ്ടപ്പോൾ ചോദിച്ചു അൽ ഹുർമുസാൻ, നീ ഈ പറയുന്ന ആളാണോ? ഖാലു, അവർ പറഞ്ഞു നഅം യാ അമീറൽ മുഅ്മിനീൻ. ഫഖാൽ, അദ്ദേഹം പറഞ്ഞു അൽഹംദുലില്ലാഹില്ലദി അദല്ല ബിൽ ഇസ്ലാമി ഹാദാ വ അഷ്ബാഹഹു, ഇസ്ലാമിന്റെ ശക്തി കൊണ്ട് ഇങ്ങനെയുള്ള ആളുകളെയൊക്കെ തരം താഴ്ത്തിയ അള്ളാഹുവിന് സ്തുതി എന്ന് പറഞ്ഞു. എന്നിട്ട് ഇയാളോട് ഈ വസ്ത്രങ്ങളൊക്കെ അയക്കാൻ പറഞ്ഞു, പട്ടുവസ്ത്രമോ കിരീടമൊക്കെ അയച്ചിട്ട് സാധാരണ വസ്ത്രം ഉടുക്കാൻ പറഞ്ഞു. എന്നിട്ട് ഉമർ റളിയല്ലാഹു അൻഹു ഇയാളോട് ചോദിച്ചു കൈഫ റഅയ്ത ആഖിബത അംരില്ലാഹി ഫീക്, കുറെ കാലം രാജ്യം ഭരിച്ച വലിയ ഭരണാധികാരിയാണ്, അള്ളാഹുവിന്റെ ദീൻ സ്വീകരിക്കാത്തത് കൊണ്ട്, അള്ളാഹുവിന് കീഴൊതുങ്ങാത്തത് കൊണ്ട് താങ്കൾക്ക് എന്താണ് ഇപ്പോൾ സംഭവിച്ചത്, എന്താണ് ഇപ്പോൾ പറയാനുള്ളത്? ഫഖാല അൽ ഹുർമുസാൻ, അദ്ദേഹം പറഞ്ഞു ലമ്മ ഖല്ലല്ലാഹു ബൈനനാ വബൈനകും ഫിൽ ജാഹിലിയ്യ ഗലബ്നാകും. ഈ പറഞ്ഞ വാക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു വാക്കാണ്. ജാഹിലിയ കാലത്ത് അള്ളാഹു ഞങ്ങളെയും നിങ്ങളെയും വെറുതെ വിട്ടു, അഥവാ രണ്ടുപേരുടെ പക്ഷത്തും അള്ളാഹു ഉണ്ടായിരുന്നില്ല. അങ്ങനെ ജാഹിലിയ കാലത്ത് രണ്ടുപേരും കാഫിറുകളാണ്. ഗലബ്നാകും, അന്ന് ഞങ്ങൾ നിങ്ങളെ തോൽപ്പിച്ചു, അറബികളെ തോൽപ്പിച്ചിട്ടുണ്ട്. വലമ്മ കാന അല്ലാഹുൽ ആന മഅകും ഗലബ്തുമൂന, ഇപ്പം നിങ്ങളുടെ കൂടെ അല്ലാഹ് ഉണ്ട്, അതുകൊണ്ട് നിങ്ങൾ നമ്മളെ തോൽപ്പിച്ചു. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമുക്ക് ശത്രുക്കളുണ്ടാകും, കാഫിറുകളായ ശത്രുക്കളുണ്ടാകും, ചിലപ്പോൾ മുസ്ലിമുകളായ ശത്രുക്കളുണ്ടാകും. ഈ ശത്രുക്കൾ നമ്മൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ നമ്മളും തെറ്റുകൾ ചെയ്യുന്നു, അവരും തെറ്റുകൾ ചെയ്യുന്നു, രണ്ടുപേരും തുല്യമാണ് പാപങ്ങളുടെ കാര്യത്തിലെങ്കിൽ അള്ളാഹുവിൻ്റെ സഹായം ചിലപ്പോൾ രണ്ടുപേർക്കും ഉണ്ടാവില്ല. നേരെ മറിച്ച് ആരാണോ അള്ളാഹുവിനോട് കൂടുതൽ അടുത്തത് അവർക്ക് അള്ളാഹുവിൻ്റെ സഹായം ഉണ്ടാകും. ആഖിബത്ത്, അന്തിമമായ വിജയം അള്ളാഹുവിൻ്റെ സഹായമുള്ളവർക്കായിരിക്കും. ഈ വാക്ക് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹത്തിന്റെ ഖിലാഫത്തിന്റെ കാലത്ത് ഹിജ്റ 18-ാം വർഷം, ആ വർഷത്തിൽ രണ്ട് വലിയ പ്രയാസങ്ങൾ മുസ്ലിമുകൾക്കുണ്ടായി. ഒന്ന് മജാഅത്തുർ റമാദ എന്നറിയപ്പെടുന്ന ഒരു പട്ടിണി വർഷമായിരുന്നു അത്. ഹിജ്റ 18 ജസീറത്തുൽ അറബിൽ, ഈ മക്കയിലും മദീനയിലുമൊക്കെ മഴയില്ലാത്ത അവസ്ഥയുണ്ടായി. അങ്ങനെ കൃഷികളൊന്നും ഉണ്ടായിരുന്നില്ല, വിളവുണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ ത്വാഊനു അംവാസ് എന്ന് പറയുന്ന സ്ഥലത്ത്, ഷാമിൽ, ഇന്നത്തെ സിറിയ ഫലസ്തീൻ ഈ ഏരിയയിൽ ഒരു പ്ലേഗ് ഉണ്ടായി. ആ പ്ലേഗിൽ ഒരുപാട് സ്വഹാബിമാർ, പ്രമുഖരായ സ്വഹാബിമാരും താബിയങ്ങളൊക്കെ മരണപ്പെട്ടു. ഇങ്ങനെ രണ്ട് ദുരന്തങ്ങൾ ആ വർഷം ഉണ്ടായി. അതുണ്ടായപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു ഒരു തീരുമാനമെടുത്തു. അദ്ദേഹം ആളുകളെ സഹായിക്കാൻ തുടങ്ങി. പല നാടുകളിൽ നിന്നും അറബികൾ മദീനയിലേക്ക് വരാൻ തുടങ്ങി. കാരണം മദീനയിൽ ഇസ്ലാമിക രാജ്യത്തിന്റെ തലസ്ഥാനമാണ്, അവിടെ സമ്പത്തുണ്ട്. അങ്ങനെ അറബികൾ ഗോത്രങ്ങളായിട്ട് മദീനയിൽ വന്ന് താമസിക്കാൻ തുടങ്ങി. ഉമർ റളിയല്ലാഹു അൻഹു മദീനയിൽ നിന്ന് അവരുടെ ഇസ്ലാമിക ഖജനാവിൽ നിന്ന് എടുത്ത് ചെലവഴിക്കാൻ തുടങ്ങി. അങ്ങനെ സമ്പത്തും ഭക്ഷണവുമൊക്കെ ജനങ്ങൾക്ക് കൊടുത്തു. ഉമർ റളിയല്ലാഹു അൻഹു തീരുമാനിച്ചു, ഞാൻ ഒരിക്കലും ഈ പട്ടിണി കഴിയുന്നത് വരെ വില കൂടിയ ഭക്ഷണം ഒന്നും കഴിക്കുകയില്ല എന്ന് ഉമർ റളിയല്ലാഹു അൻഹു പ്രതിജ്ഞ ചെയ്തു. അദ്ദേഹത്തിന് വയറ് വിശന്നിട്ട് വയറ്റിൽ നിന്ന് ഇങ്ങനെ ശബ്ദമുണ്ടാകുമ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു വാക്ക് ഇങ്ങനെ കാണാം, ഖർഖിർ ഔ ലാ തുഖർഖിർ. വയറിനോട് പറയാണ്, നീ ശബ്ദമുണ്ടാക്കാതിരിക്കുകയോ ചെയ്യുക, ഇഷ്ടമുള്ളത് ചെയ്യുക. വല്ലാഹി ലാ സമനൻ വലാ സമീനൻ ഹത്താ യുഖ്സിബൻ നാസ്, അല്ലാഹുവാണ് സത്യം, നല്ല തടിച്ച മൃഗങ്ങൾ അഥവാ നല്ല ഇറച്ചിയുള്ള മൃഗങ്ങളോ അല്ലെങ്കിൽ നെയ്യോ ഈ ക്ഷാമം കഴിയുന്നത് വരെ ഞാൻ കഴിക്കാൻ പോകുന്നില്ല എന്ന് ഉമർ റളിയല്ലാഹു അൻഹു പറയുമായിരുന്നു. അങ്ങനെ ആ വർഷം തീരുന്നത് വരെ അദ്ദേഹം വളരെ കുറഞ്ഞ അളവിൽ ഭക്ഷണം മാത്രം കഴിച്ചിരുന്നു, വില കുറഞ്ഞ ഭക്ഷണം മാത്രം കഴിച്ചു. എത്രത്തോളം എന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ നിറം മാറിപ്പോയി, ശരീരത്തിന്റെ നിറം മാറിപ്പോയി. അദ്ദേഹത്തോട് ചില ആളുകൾ ഉപദേശിച്ചിരുന്നു. ഉമർ റളിയല്ലാഹു അൻഹുവിനോട് അറബിയായ ഒരാൾ, ഇങ്ങനെ വന്ന ഒരാൾ പറഞ്ഞു, ലഖദ് ഇൻജദ് അൻക വ ഇന്നക ലബ്നു ഹുറ. ഈ ക്ഷാമം തീർന്നപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ സഹായം കിട്ടിയ ഒരു വ്യക്തി മദീനയിലേക്ക് വന്ന, പുറത്തുനിന്ന് വന്ന ഒരാൾ പറഞ്ഞു, ലഖദ് ഇൻജലത് അൻക വ ഇന്നക ലബ്നു ഹുറ, താങ്കൾ ഒരു സ്വതന്ത്രയായ സ്ത്രീയുടെ മകൻ തന്നെയാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ പറയുമല്ലോ, നല്ലൊരു ഉപ്പാന്റെ മകനാണ്, അതുപോലെ നല്ലൊരു ഉമ്മയുടെ മകനാണ് താങ്കൾ. കാരണം ആളുകളൊക്കെ സഹായിച്ചു, ഈ പരീക്ഷണം നീങ്ങുന്നത് വരെ ഉറച്ചു നിന്നു എന്ന് അദ്ദേഹത്തോട് പറയുമായിരുന്നു. അതുപോലെ അദ്ദേഹത്തിന് വിനയത്തിന്റെ ഒരു ഉദാഹരണമായി ചരിത്രത്തിൽ കാണാം. അദ്ദേഹത്തിന് വസ്ത്രം വളരെ കുറവായിരുന്നു. നേരത്തെ നമ്മൾ പറഞ്ഞു, തുന്നിക്കൂട്ടിയ വസ്ത്രമാണ് ഉണ്ടായിരുന്നത്. ഒരിക്കലും ജുമാ ദിവസം കുറച്ച് വൈകിയാണ് ഉമർ റളിയല്ലാഹു അൻഹു വന്നത്. അങ്ങനെ അദ്ദേഹം ആളുകളോട് പറഞ്ഞു, എന്തുകൊണ്ടാണ് നേരം വൈകിയത്? ഇന്നമ ഹബസനി ഗസ്ലു സൗബി ഹാദ, ഈ വസ്ത്രം
അലക്കിയതായിരുന്നു. അതാണ് വൈകാൻ കാരണം. വലം യകുൻ ലി സൗബുൻ ഗൈറു, ഇത് ഈ ഒരു വസ്ത്രം മാത്രമേ എനിക്കുള്ളൂ. അപ്പൊ ഒരു കാലഘട്ടത്തിൽ, ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തിന് ഒരു വസ്ത്രം മാത്രമായിക്കൊണ്ട് ജീവിക്കേണ്ടി വന്നിട്ടുണ്ട്. അത് അലക്കി ഉണങ്ങുന്നതുവരെ കാത്തു നിന്നതാണ്. അതുപോലെ തന്നെ വളരെ വില കുറഞ്ഞ ഭക്ഷണം, നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ അദ്ദേഹം കഴിക്കാറുള്ള ഭക്ഷണം ഏറ്റവും വില കുറഞ്ഞതായിരുന്നു. ഒരിക്കൽ അദ്ദേഹത്തിന്റെ ഒരു മകൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഉലു അക്കൽത തുആമൻ തയ്യിബൻ കാന അഖ്വാലക അലൽ ഹഖ്, താങ്കൾ നല്ല ഭക്ഷണം കഴിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. എന്നിട്ട് എന്തിനു വേണ്ടിയാണ്? കാന അഖ്വാലക അലൽ ഹഖ്, ഹക്കിന് വേണ്ടി താങ്കൾക്ക് അത് കൂടുതൽ ശക്തി നൽകും എന്ന് പറഞ്ഞാൽ ജിഹാദ് ചെയ്യുന്നുണ്ട്, ഇസ്ലാമിക രാജ്യത്തിന്റെ ഭരണാധികാരിയാണ്. അപ്പൊ ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങൾ ചെയ്യാൻ നിങ്ങൾക്ക് ആരോഗ്യമുണ്ടാകും. അപ്പൊ മക്കളും അതേ പറയുന്നുള്ളൂ. ഉപ്പാനോട് നിങ്ങളുടെ തടി ക്ഷീണിച്ചു എന്നല്ല പറയുന്നത്, പക്ഷേ ഇസ്ലാമിന് കൂടുതൽ ഖിദ്മത്ത് ചെയ്യാൻ കുറച്ചുകൂടി നല്ല ഭക്ഷണം കഴിച്ചുകൂടായിരുന്നു എന്ന് ചോദിച്ചു. ഖാല, അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹു മക്കളോട് ചോദിച്ചു, അകുല്ലുക്കും അലാ ഹാദർ റഅയി, നിങ്ങൾക്ക് എല്ലാവർക്കും ഇതേ അഭിപ്രായമാണോ എന്ന് ചോദിച്ചു മക്കളോട്. എല്ലാവരും ഇത് തന്നെയാണോ പറയുന്നത്? ഖാലു നഅം, അവർ പറഞ്ഞു അതെ, നല്ല ഭക്ഷണം കഴിക്കണം. മുസ്ലിം രാജ്യത്തിന്റെ ഭരണാധികാരിയാണ്, രാജാവാണ്, ഖലീഫയാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഖദ് അലിംതു നുസ്ഹക്കും, നിങ്ങളൊക്കെ എന്നോട് ഗുണകാംക്ഷയുള്ളവരാണ്, നസീഹത്തുള്ളവരാണെന്ന് എനിക്കറിയാം, നിങ്ങളൊന്നും ഞാൻ സംശയിക്കുന്നില്ല, നിങ്ങൾ എനിക്ക് നല്ലതേ വരാൻ ആഗ്രഹിക്കുന്നുള്ളൂ. വലാകിന്നി തറക്തു സാഹിബയ്യ അലാ ജാദ്ദ, ഞാൻ എൻ്റെ 2 കൂട്ടുകാരെ ഒരു മാർഗത്തിൽ വിട്ടു പിരിഞ്ഞിട്ടുണ്ട്. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ റളിയല്ലാഹു അൻഹുവും മരിച്ചു പിരിയുമ്പോൾ ഞങ്ങൾ 3 പേരും ഒരുപോലെയായിരുന്നു. നമ്മൾ മുമ്പ് ഹദീസിൽ വായിച്ചിട്ടുണ്ട്, 3 പേരും പട്ടിണിയായിട്ട് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയതൊക്കെ. അങ്ങനെയുള്ളൊരു അവസ്ഥയിലാണ് അവരെ ഞാൻ പിരിഞ്ഞിട്ടുള്ളത്. ഫൈൻ തറക്തു ജാദ്ദതഹുമാ ലം ഉദ്രിക്ഹുമാ ഫിൽ മൻസിൽ, അവരുടെ 2 പേരുടെയും മാർഗം ഞാൻ ഉപേക്ഷിച്ചാൽ മരിച്ചു കഴിഞ്ഞാൽ അവരെത്തിയ സ്ഥലത്ത് ഞാൻ എത്തിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് ഞാൻ അതേ മാർഗത്തിൽ മരണം വരെ ജീവിക്കാൻ ഉദ്ദേശിക്കുന്നു എന്ന് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു. കാരണം എന്താണ്? ഇനി നമ്മൾ വായിക്കാൻ പോകുന്ന ഒരു അസറിൽ കാണാം, ചില സ്വഹാബിമാരൊക്കെ പറഞ്ഞതായിട്ട്. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് ദാരിദ്ര്യമായിരുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തും ദാരിദ്ര്യമായിരുന്നു. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറയുന്നത്, ലം തുരിദ്ഹു ദുനിയ വലം യുരിദ്ഹ, അബൂബക്കർ റളിയല്ലാഹു അൻഹു ദുനിയാവിനെ ആഗ്രഹിച്ചിരുന്നില്ല, ദുനിയാവ് അദ്ദേഹത്തെയും ആഗ്രഹിച്ചിരുന്നില്ല. എന്ന് പറഞ്ഞാൽ അന്ന് സമ്പത്തില്ല, ഉണ്ടെങ്കിലും അദ്ദേഹത്തിന് ആവശ്യവുമില്ല. പക്ഷെ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് അറാദത്ഹു ദുനിയ വലം യുരിദ്ഹ, ദുനിയാവ് അദ്ദേഹത്തിന്റെ പിന്നാലെ വന്നിട്ടുണ്ട്, പക്ഷെ അദ്ദേഹം അത് വേണ്ട എന്ന് വിചാരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാർഗം, അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ മാർഗം എനിക്ക് മതി എന്ന് അദ്ദേഹം തീരുമാനിച്ചു. ഒരിക്കൽ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മകൻ ആസിം എന്ന് പറയുന്ന മകൻ, അദ്ദേഹം ഇറച്ചി തിന്നത് കണ്ടു ഉമർ റളിയല്ലാഹു അൻഹു. ഫഖാല മാ ഹാദ, ഇതെന്താണെന്ന് ചോദിച്ചു. ഇറച്ചി തിന്നൽ ഹറാമല്ല, പക്ഷേ അമിതമായി അല്ലെങ്കിൽ തൊട്ടടുത്ത ദിവസമൊക്കെ ഇറച്ചി തിന്നിട്ടുണ്ടാവും. അപ്പൊ വീണ്ടും ഇദ്ദേഹം ഇറച്ചി തിന്നത് കണ്ടപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, എന്താണ് നീ ഇറച്ചി തിന്നത്? ഖാല, അദ്ദേഹം പറഞ്ഞു, ഖരിംന ഇലൈഹി, നമുക്ക് ഇറച്ചി തിന്നാൻ ആഗ്രഹം തോന്നി, അപ്പൊ വാങ്ങി എന്ന് പറഞ്ഞു. ഖാല, അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അവ കുല്ലമാ ഖരിംത ഇലാ ഷൈഇൻ അകൽത, നിനക്ക് തിന്നാൻ തോന്നുന്നതൊക്കെ വാങ്ങി തിന്നുകയാണോ നിന്റെ സ്വഭാവം? കഫാ ബിൽ മർഇ സറഫൻ യഅകുല കുല്ലമാ ഇഷ്തഹാ, തനിക്ക് ഇഷ്ടം തോന്നുന്നതൊക്കെ ഒരാൾ വാങ്ങി തിന്നുക എന്നത് മതി ഒരാൾ ധൂർത്തനാണ് എന്ന് പറയാൻ. അപ്പൊ നമുക്ക് തോന്നുന്നതൊക്കെ വാങ്ങി കഴിക്കുക. ഇപ്പൊ നമ്മുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ തോന്നുന്നത് പോയിട്ട് അന്വേഷിച്ച് പഠിച്ച് നല്ല ഭക്ഷണം നമ്മൾ കഴിക്കാത്ത എന്തെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിച്ച് പഠിച്ച് തിന്ന അവസ്ഥയാണ് നമ്മളൊക്കെ. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു അതുപോലെ ഉള്ള സ്വഹാബിമാരൊക്കെ ഇങ്ങനെയായിരുന്നു അവർ ഭക്ഷണത്തെയും ദുനിയാവിന്റെ വിഭവങ്ങളെയും കണ്ടിരുന്നത്. ഒരിക്കൽ ഹഫ്സ റളിയല്ലാഹു അൻഹയുടെ അടുത്തേക്ക് ഉമർ റളിയല്ലാഹു അൻഹു ചെന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യയാണ് ഉമ്മുൽ മുഅ്മിനീൻ ഹഫ്സ റളിയല്ലാഹു അൻഹ. അവരുടെ അടുത്ത് ചെന്നപ്പോൾ അവര് ഉമർ റളിയല്ലാഹു അൻഹുവിന് എന്ത് കൊടുത്തു? ഖദ്ദമത് ഇലൈഹി മറഖൻ ബാരിദൻ വഖുബ്സൻ, ഒരു ഇറച്ചിക്കറി, മറക്ക് എന്ന് പറഞ്ഞാൽ സൂപ്പ് അല്ലെങ്കിൽ കറി, അത് കൊടുത്തു. വഖുബ്സൻ, അതിന്റെ കൂടെ ഖുബ്സ് കൊടുത്തു. വസബ്ബത് ഫിൽ മറഖി സൈതൻ, എന്നിട്ട് അവരെന്ത് ചെയ്തു? ഈ സൂപ്പ് തണുത്തതായിരുന്നു, അതിലേക്ക് അവര് എണ്ണ ഒഴിച്ചിട്ടാണ് കൊടുത്തത്. ഒലീവ് എണ്ണക്കാണ് സൈത്ത് സാധാരണ പറയാം. ഫഖാല, അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഉദ്മാനി ഫി ഇനാഇൻ വാഹിദ്, ഒരേ പാത്രത്തിൽ 2 കറിയോ. സാധാരണ ഈ ജെയ്ത്ത് എന്ന് പറയുന്നത് പാവപ്പെട്ട ആളുകൾ കറിയായിട്ട് ഉപയോഗിക്കുന്നതാണ്. വേറെ കറിയൊന്നും ഇല്ലെങ്കിൽ ഈ ജെയ്ത്തുന്റെ ഒലിവ് ഓയിൽ ഹുബ്സിന്റെ കൂടെ കറിയായിട്ട് ഉപയോഗിക്കും. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ഉപയോഗിച്ചതായിട്ട് ഹദീസുകളുണ്ട്. അപ്പോൾ ഒരേ പാത്രത്തിൽ 2 കറിയോ, ഇതിൽ ആദ്യം തന്നെ കറിയാണുള്ളത്, അതിലേക്ക് വീണ്ടും ഈ എണ്ണ ഒഴിച്ചിരിക്കുകയാണോ എന്ന് ചോദിച്ചു. ലാ അദൂഖുഹു ഹത്താ അൽഖല്ലാഹു അസ്സ വജൽ, അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നത് വരെ, അഥവാ മരണം വരെ ഇങ്ങനെയുള്ള ഭക്ഷണം ഞാൻ കഴിക്കുകയില്ല എന്ന് പറഞ്ഞത് മടക്കി റളിയല്ലാഹു അൻഹു. അതുപോലെ തന്നെ അദ്ദേഹം സ്വന്തം നഫ്സിനെ അടക്കി നിർത്തുന്ന ആളായിരുന്നു. കിബർ തനിക്ക് വരുമോ എന്ന് പേടിക്കുന്ന ആളായിരുന്നു. കിബർ വരാതിരിക്കാൻ വേണ്ടി പരമാവധി ശ്രമിക്കുന്ന ആളായിരുന്നു. ഉർവത്ത് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഒരിക്കൽ അദ്ദേഹം ഉമർ റളിയല്ലാഹു അൻഹുവിനെ കണ്ടു. അലാ ആതിഖിഹി ഖിർബതുമ, അദ്ദേഹത്തിന്റെ തോളില് വലിയൊരു തോൽപാത്രമുണ്ട്, വെള്ളം നിറച്ച തോൽപാത്രം. ഫഖാല,
അപ്പോൾ ഉർവ റളിയല്ലാഹു അൻഹു ചോദിച്ചു, യാ അമീറുൽ മുഅ്മിനീൻ ലാ യംബഗി ലക ഹാദാ, അല്ലയോ അമീറുൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടെ ഭരണാധികാരിയാണ്, നേതാവാണ്, താങ്കൾക്ക് യോജിച്ചതല്ല ഇത്. ഫഖാല ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലമ്മ അതാനിൽ വുഫൂദ് സാമിഈന മുതീഈൻ, എൻ്റെ അടുത്തേക്ക് വഫ്ദുകൾ, ദൗത്യ സംഘങ്ങൾ, ഓരോ രാജ്യത്തിൽ നിന്ന് ആളുകൾ ഇസ്ലാം സ്വീകരിച്ചിട്ട് ഇങ്ങനെ എൻ്റെ അടുത്ത് വരാൻ തുടങ്ങി, അവരുടെ പ്രതിനിധികൾ. അവരൊക്കെ ഇങ്ങനെ വന്നപ്പോൾ സാമിഈന മുതീഈൻ, അനുസരണ പ്രതിജ്ഞ ചെയ്തുകൊണ്ട്, ബൈഅത്ത് ചെയ്തുകൊണ്ടാണ് വരുന്നത്. ഉമർ റളിയല്ലാഹു അൻഹുവിന് ബൈഅത്ത് ചെയ്തിട്ട് ഇങ്ങനെ ആളുകൾ വരാൻ തുടങ്ങിയപ്പോൾ ദഖലത് നഫ്സി നഖ്വ, ഒരു ചെറിയ അഹങ്കാരം, നഖ്വത്ത് എന്ന് പറഞ്ഞാൽ അഹങ്കാരം എന്ന് പറയാൻ പറ്റൂല, പക്ഷെ അതിന് വേറെ മലയാള വാക്കില്ലാത്തതുകൊണ്ട് പറയുന്നതാണ്. ചെറിയ ഒരു മതിപ്പ് എന്നെ കുറിച്ച് എനിക്ക് തോന്നി. അങ്ങനെ തോന്നിയപ്പോൾ ഫഅറദ്തു അൻ അക്സിറഹ, എന്നെ ഒന്ന് തകർക്കണം, ആ അഹങ്കാരം ഒന്ന് തകർത്ത് കളയണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. അതിനാണ് ഈ വെള്ളം പുറത്തു വെച്ച് നടക്കുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു. ഇതൊക്കെ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ എടുത്തു പറയാവുന്ന സംഭവങ്ങളാണ്. മുആവിയ റളിയല്ലാഹു അൻഹു പറഞ്ഞതാണ് നേരത്തെ നമ്മൾ പറഞ്ഞ വാക്ക്, അമ്മ അബൂബക്കർ ഫലം യുരിദു ദുനിയ വലം തുരിദുഹു, അബൂബക്കർ റളിയല്ലാഹു അൻഹു ദുനിയാവിനെ ആഗ്രഹിച്ചില്ല, ദുനിയാവ് അദ്ദേഹത്തെയും ആഗ്രഹിച്ചിട്ടില്ല. വഅമ്മ ഉമർ ഫഅറാദത്ഹു ദുനിയ വലം യുരിദ്ഹ, ഉമറിന്റെ കാര്യമാണെങ്കിൽ ദുനിയാവ് അദ്ദേഹത്തെ തേടി വന്നു, പക്ഷെ അദ്ദേഹം ദുനിയാവിനെ തള്ളിക്കളഞ്ഞു. വഅമ്മ നഹ്നു, എന്നിട്ട് മുആവിയ റളിയല്ലാഹു അൻഹു പറയാണ്, എന്നാൽ നമ്മുടെ അവസ്ഥ എന്താണ്? ഫതമറഗ്ന ഫീഹാ ലഹ്റൻ ലിബതൻ, നമ്മൾ ദുനിയാവിൽ കിടന്ന് ഇങ്ങനെ മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്, കമഴ്ന്നും മലർന്നുമൊക്കെ കിടന്നുകൊണ്ട് ഇങ്ങനെ ഉരുണ്ടുകൊണ്ടിരിക്കുകയാണ് ദുനിയാവിന്റെ ഇടയിൽ എന്നാണ് മുആവിയ റളിയല്ലാഹു അൻഹു പറഞ്ഞത്. ത്വൽഹത്ത് ഇബ്നു ഉബൈദില്ല റളിയല്ലാഹു അൻഹു പറയുകയാണ്, മാ കാന ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ബി അവ്വലിനാ ഇസ്ലാമ, ഉമർ റളിയല്ലാഹു അൻഹു ഞങ്ങളുടെ കൂട്ടത്തിൽ ആദ്യം മുസ്ലിമായ ആളൊന്നുമല്ല. നമ്മൾ പറഞ്ഞു 40ാമത്തെ ആളായിട്ടാണ് അദ്ദേഹം ഇസ്ലാമിലേക്ക് വരുന്നത്. ഇസ്ലാമിലേക്ക് ആദ്യ കാലത്ത് തന്നെ കടന്നു വന്ന ആളൊന്നുമല്ല. വല അഖ്ദമന ഹിജ്റ, ഞങ്ങളുടെ കൂട്ടത്തിൽ ആദ്യമായിട്ട് ഹിജ്റ ചെയ്ത ആളുമല്ല. അദ്ദേഹത്തിന് മുമ്പേ ധാരാളം സ്വഹാബത്ത് ഹിജ്റ പോയിട്ടുണ്ട്. വലാകിന്നഹു കാന അസ്ഹദന ഫിദ് ദുനിയ, പക്ഷെ അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്താണ്? ദുനിയാവിൽ ഏറ്റവും താല്പര്യം കുറവുള്ള ആളായിരുന്നു അദ്ദേഹം ഞങ്ങളുടെ കൂട്ടത്തിൽ. വഅർഗബന ഫിൽ ആഖിറ, ഞങ്ങളുടെ കൂട്ടത്തിൽ ആഖിറത്തിനോട് ഏറ്റവും അധികം താല്പര്യമുള്ള ആളായിരുന്നു. വഖാഫൻ ഇൻദ കിതാബില്ലാ, അദ്ദേഹം ഖുർആൻ കേട്ടാൽ അവിടെ നിൽക്കുന്ന ആളായിരുന്നു. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ഖുർആൻ അനുസരിക്കുന്ന ആളായിരുന്നു. ഇത് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും നമ്മളൊക്കെ ഖുർആൻ അനുസരിക്കുന്ന ആളുകൾ തന്നെയാണോ? ആണല്ലോ, നമ്മളൊക്കെ അനുസരിക്കുന്നവർ തന്നെയാണ്. പക്ഷെ നമ്മുടെ അനുസരണം പോലെയല്ല അവരുടെ അനുസരണം. നമ്മൾ ഖുർആന് നമുക്ക് ഈ ആയത്തിനെ അല്ലെങ്കിൽ ഹദീസിനെ തള്ളാൻ യാതൊരു മാർഗവുമില്ല എന്ന് വരുമ്പോൾ മാത്രമാണ് അനുസരിക്കുക. അല്ലെങ്കിൽ നാട്ടിലെല്ലാവരും പാലിക്കുന്ന ആയത്തുകളെയാണ് നമ്മൾ പാലിക്കുന്നത്. ഉമർ റളിയല്ലാഹു അൻഹു എങ്ങനെയായിരുന്നു? ഇത് അദ്ദേഹത്തിന്റെ ജീവിതത്തിലൊരു സംഭവം. മുമ്പ് നമ്മൾ വായിച്ചിട്ടുള്ളതാണ് ഈ ഹദീസ്. ഒരിക്കൽ 2 ആളുകൾ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അടുത്തേക്ക് വന്നു. ഒന്ന് ഒരു സ്വഹാബിയാണ്, മറ്റേത് ഈ സ്വഹാബിയുടെ ഒരു ബന്ധുവാണ്. അങ്ങനെ ഈ 2 പേരും വന്ന്, ഈ ബന്ധുവായ ആള് ഉമർ റളിയല്ലാഹു അൻഹു വലിയ പരിചയമില്ലാത്ത ആളാണ്. അദ്ദേഹം വന്നിട്ട് പറഞ്ഞു, യബ്നുൽ ഖത്താബ് ഫവല്ലാഹി മാ തുഅതീനൽ ജസൽ വലാ തഹ്കുമു ബൈനനാ ബിൽ അദ്ൽ, അല്ലയോ ഇബ്നുൽ ഖത്താബ്, താങ്കൾ ഞങ്ങൾക്ക് വേണ്ടത്ര സഹായങ്ങൾ ചെയ്യുന്നില്ല സാമ്പത്തികമായി, അതുപോലെ ഞങ്ങൾക്കിടയിൽ നീതിപൂർവ്വം വിധിക്കുന്നില്ല, അനീതിയാണ് ഭരണം എന്ന് പറഞ്ഞു. അത് പറഞ്ഞപ്പോൾ നമുക്കറിയാം ഉമർ റളിയല്ലാഹു അൻഹു വളരെ വിനയത്തോടുകൂടിയും വിരക്തിയോടുകൂടിയും ജീവിക്കുന്ന, നീതിപൂർവ്വം ഭരിക്കുന്ന ഒരു മഹാനാണ്. അദ്ദേഹം സ്വന്തമായിട്ടൊന്നും എടുത്തു വെക്കുന്നില്ല. ഇത്രയും ത്യാഗം ചെയ്യുന്ന ആളായിട്ട് ഈ വ്യക്തി ഇങ്ങനെ പറഞ്ഞപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു ദേഷ്യം വന്നു. ഫഗളിബ ഉമർ ഹത്താ ഹമ്മ അൻ യൂഖിഅ ബിഹി, അദ്ദേഹത്തെ അടിക്കാൻ വേണ്ടി ഒരുങ്ങി. അങ്ങനെ ഒരുങ്ങിയപ്പോൾ കൂടെ ഉണ്ടായിരുന്ന സ്വഹാബി, ഈ വ്യക്തിയുടെ ബന്ധുവായ ഹുർ ഇബ്നു ഖൈസ് എന്ന് പറഞ്ഞ സ്വഹാബി പറഞ്ഞു, യാ അമീറുൽ മുഅ്മിനീൻ, അല്ലയോ അമീറുൽ മുഅ്മിനീൻ, ഇന്നല്ലാഹ തആല ഖാല ലി നബിയിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹു തന്റെ നബിയോട് പറഞ്ഞിട്ടുണ്ട്, ഖുദിൽ അഫ്വ, അഫ്വ് നീ സ്വീകരിക്കുക. അഫ്വ് എന്ന് പറഞ്ഞാൽ ആവശ്യം കഴിഞ്ഞിട്ട് മിച്ചം വരുന്നത്. സാധാരണ സമ്പത്ത് ചെലവഴിക്കുന്നതിനെ കുറിച്ച് പറയുമ്പോൾ ഓതാറുള്ള ഒരു ആയത്ത് ചിലപ്പോൾ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും, യസ്അലൂനക മാദാ യുൻഫിഖൂൻ ഖുലിൽ അഫ്, എന്താണ് സദഖ ചെയ്യേണ്ടതെന്ന് അവർ ചോദിക്കുന്നു, അവരോട് പറയുക നിങ്ങളുടെ ആവശ്യം കഴിഞ്ഞിട്ടുള്ള സമ്പത്ത്. പക്ഷെ ഈ ആയത്തിൽ ഉദ്ദേശിച്ചത് എന്താണ്? പെരുമാറ്റമാണ്. അഥവാ ആളുകൾ അവരുടെ ആവശ്യം കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് കാണിക്കുന്ന സ്വഭാവം എന്ന് പറഞ്ഞാൽ അവരുടെ വിശാലത, അവരുടെ വിട്ടുവീഴ്ച, ഇതൊക്കെ അവർ കണ്ടറിഞ്ഞു തരുന്ന വിട്ടുവീഴ്ച ഉണ്ടാകും, അവർ കണ്ടറിഞ്ഞു തരുന്ന ബഹുമാനം ഉണ്ടാകും. ആ പെരുമാറ്റം അത് മതി, അത് സ്വീകരിക്കുക, അതിൽ തൃപ്തിപ്പെടുക. വഅ്മുർ ബിൽ ഉർഫ്, നന്മ കൽപ്പിക്കുക. വഅഅ്രിദ് അനിൽ ജാഹിലീൻ, ജാഹിലീങ്ങളിൽ നിന്ന് ജാഹിലീങ്ങളെ അവഗണിക്കുക. അറിവില്ലാത്ത ആളുകൾ നമ്മെ ഉപദ്രവിക്കുകയാണെങ്കിൽ കണ്ടില്ല എന്ന് വിചാരിക്കുക. ഈ 3 കാര്യങ്ങളാണ് ഈ ആയത്തിലുള്ളത്. ഈ ആയത്ത് ഓതിക്കൊടുത്തു ഈ ഹുർ ഇബ്നു ഖൈസ് എന്ന് പറയുന്ന സ്വഹാബി. എന്നിട്ട് പറഞ്ഞു, വഇന്ന ഹാദാ മിനൽ ജാഹിലീൻ, എന്റെ കുടുംബക്കാരനായ ഈ മനുഷ്യൻ ജാഹിലാണ്. അപ്പൊ അല്ലാഹു തആല ഈ ആയത്തിൽ പറഞ്ഞ വഅഅ്രിദ് അനിൽ ജാഹിലീൻ, ജാഹിലീങ്ങൾ ഒഴിവാക്കുക, അവരോട് പ്രതികാരം ചെയ്യാനും മറുപടി പറയാനൊന്നും പോണ്ട എന്ന് പറഞ്ഞ ആ വകുപ്പിൽപ്പെട്ട ആളാണ് എന്ന് പറഞ്ഞു. വല്ലാഹി മാ ജാവസഹ ഉമർ റളിയല്ലാഹു അൻഹു ഹീന തലാഹ അലൈഹി, ഈ ആയത്ത് ഓതി കഴിഞ്ഞപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു അവിടെ നിന്നു.
അദ്ദേഹം എന്ത് പറഞ്ഞു? വക്കാന വഖാഫൻ ഇൻദ കിതാബില്ലാഹ്. എന്നിട്ട് അദ്ദേഹം പറയാണ്, ഈ വ്യക്തി ഉമർ റളിയല്ലാഹു അൻഹു വഖാഫൻ ഇൻദ കിതാബില്ലാഹ്, ഖുർആൻ കേട്ടാൽ ഉടനെ അവിടെ നിൽക്കുന്ന ആളായിരുന്നു. സാധാരണ നിൽക്കുന്നവൻ എന്നുള്ളൊരു വാഖിഫ് എന്ന് പറയാം. വഖാഫ് എന്ന് പറഞ്ഞാൽ ധാരാളമായി നിൽക്കുന്നവൻ എന്ന് പറഞ്ഞാൽ ആയത്ത് കേട്ടാൽ ഉടനെ അവിടെ നിൽക്കുന്ന ആളായിരുന്നു. സ്വഹീഹ് ബുഖാരിയിലുള്ള ഹദീസാണ്, അസറാണ്. അപ്പൊ ഇതാണ് ഉമർ റളിയല്ലാഹുവിന്റെ രീതി. ഇത് നമുക്ക് വലിയ മാതൃകയാണ്. നമ്മുടെ ജീവിതത്തിൽ ഓരോ കാര്യങ്ങളിലും ഖുർആനിലേക്കും സുന്നത്തിലേക്കും മടക്കുക. ഇപ്പൊ ഈ ആയത്തില് ഈ വ്യക്തിയെ അടിക്കരുത് എന്ന് ഈ ആയത്തിൽ പറയുന്നുണ്ടോ? ഇല്ല. ഒരു ഭരണാധികാരിയോട് അന്യായമായി സംസാരിച്ചിരിക്കുകയാണ്, ഒരു ആരോപണം ഉന്നയിച്ചിരിക്കുകയാണ്. നീതിപൂർവ്വമല്ല ഭരിക്കുന്നത്, വലിയൊരു ആരോപണമാണ് പറഞ്ഞിരിക്കുന്നത്. നീതിപൂർവ്വമല്ല ഭരിക്കുന്നത് എങ്കിൽ അതിന്റെ ശിക്ഷ എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചിട്ടുണ്ട്, അല്ലാഹുവേ എൻ്റെ ഉമ്മത്തിന്റെ ഭരണം ആരെങ്കിലും ഏറ്റെടുത്തിട്ട് അവരോട് നീതിപൂർവ്വം പെരുമാറാതെ, അവരോട് റിഫ്ക് കാണിക്കാതെ ആരെങ്കിലും ഭരിച്ചിട്ടുണ്ടെങ്കിൽ ഫഷ്ദുദ് അലൈഹി, അവന്റെ ജീവിതം കടുപ്പമാക്കണം, അവന്റെ ദുനിയാവും ആഖിറവും ഞെരുക്കമുള്ളതാക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചിട്ടുണ്ട്. അങ്ങനെ നിരവധി ഹദീസുകൾ കാണാം ഭരണാധികാരികളുടെ അവർക്കുള്ള ശിക്ഷയെക്കുറിച്ച്, നീതിപൂർവ്വം ഭരിച്ചിട്ടില്ലെങ്കിൽ. ഇത്ര വലിയ കടുത്തൊരു ആരോപണമാണ് പറഞ്ഞിട്ടുള്ളത്. അത് പറഞ്ഞ് ഈ ആളെ അടിക്കരുതെന്ന് ഈ ആയത്തിലില്ല. പക്ഷേ ആരിദ് അനിൽ ജാഹിലീൻ എന്ന് മാത്രമേ ഈ ആയത്തിൽ പറഞ്ഞിട്ടുള്ളൂ. ഉമർ റളിയല്ലാഹു അൻഹു ചെയ്തു, അവിടെ നിന്നു. ഇങ്ങനെ ആയിരിക്കണം ഒരു മുഅ്മിന്റെ സ്വഭാവം. ഒരു ആയത്തോ ഹദീസോ കണ്ടാൽ അത് നമുക്ക് അമൽ ചെയ്യാൻ എന്തെങ്കിലും അതിലുണ്ടോ എന്നാണ് ചിന്തിക്കേണ്ടത്. ഈ ആയത്തിന്റെ ഉള്ളിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം എന്ന് ചിന്തിക്കരുത്. അതുകൊണ്ട് തന്നെ നമ്മുടെ മനസ്സിൽ കൊത്തിവെച്ചുകൊള്ളുക. ഒരാൾ ഖുർആനിനോടും ഹദീസിനോടും അങ്ങേയറ്റത്തെ ബഹുമാനം, എങ്ങനെ എന്നെ ഈ ആയത്തിന്റെ പരിധിയിൽ കൊണ്ടുവരാം എന്ന് ചിന്തിക്കുന്ന സ്വഭാവമുള്ള ഒരാൾക്ക് മാത്രമേ ഖുർആനും ഹദീസും അനുസരിച്ച് ജീവിക്കാൻ സാധിക്കുള്ളൂ. എല്ലാവരും പറയും ഞങ്ങൾ ഖുർആന്റെ ആൾക്കാരാണ്, ഹദീസിന്റെ ആൾക്കാരാണെന്നൊക്കെ. ഒരു അറബി പറഞ്ഞ പോലെ വക്കുല്ലുൻ യദ്ദഇ വസ്ലം ബിലൈല വലൈല ലാ തുഖിറു ലഹും ബിദാക. എല്ലാവരും പറയുന്നുണ്ട് ലൈലയുമായി ബന്ധമുണ്ട്. ലൈല എന്ന് പറഞ്ഞാൽ അറബികൾക്കിടയിൽ അറിയപ്പെട്ട ഒരു സൗന്ദര്യത്തിന് പേര് അറിയപ്പെട്ട സ്ത്രീയാണ്. ഇംഗ്ലീഷിൽ ക്ലിയോപാട്ര എന്നൊക്കെ പറയുന്ന പോലെ ഒരു സാങ്കല്പിക കഥാപാത്രം, ഭംഗിയുള്ള ഒരു സ്ത്രീയായിട്ട് അറിയപ്പെട്ടതാണ്. അവളുമായി ബന്ധമുണ്ട് എന്ന് എല്ലാവരും അവകാശപ്പെടുന്നു. വലൈല ലാ തുഖിറു ലഹും ബിദാക. പക്ഷെ അവൾ ആരെയും അംഗീകരിക്കുന്നില്ല എന്ന് പറഞ്ഞതുപോലെയാണ്. ഖുർആന്റെ ആളാണ്, സുന്നത്തിന്റെ ആളാണ്, സലഫു സാലിഹ്യങ്ങളുടെ ആളാണെന്നൊക്കെ പലരും അവകാശപ്പെടുന്നു, നമ്മളൊക്കെ അവകാശപ്പെടുന്നുണ്ട്. പക്ഷെ അതിന്റെ ആളാകണമെങ്കിൽ നമ്മൾക്ക് എങ്ങനെ ഈ ആയത്തിൽ നിന്ന് രക്ഷപ്പെടാം, ഈ ഹദീസിന്റെ ഉള്ളിൽ നിന്ന് രക്ഷപ്പെടാം എന്നത് മാറ്റി നിർത്തിയിട്ട് എങ്ങനെ നമ്മളെ കൊണ്ട് ഈ ആയത്തിന്റെ വിധേയനാക്കാം, ഈ ആയത്തിനുള്ളിൽ നമ്മെ ഉൾപ്പെടുത്താം എന്ന് ചിന്തിക്കണം. അങ്ങനെ ആയാൽ മാത്രമേ രക്ഷപ്പെടുള്ളൂ. നമ്മുടെ നിത്യജീവിതത്തിൽ നടക്കുന്ന ഇടപാടുകൾ, അതിൽ ഒരു ആയത്തിനെതിരെ വല്ലതും സംഭവിക്കുന്നുണ്ടോ, ഒരു ഹദീസിനെതിരെ വല്ലതും സംഭവിക്കുന്നുണ്ടോ, സലഫുകളുടെ മാർഗത്തിനെതിരെ സംഭവിക്കുന്നുണ്ടോ എന്ന് ചിന്തിക്കുകയും അത് നമ്മുടെ ഒരു ടെൻഷനായി മാറുകയും ചെയ്താൽ മാത്രമേ നമ്മളിതിൻ്റെ ആളാവുകയുള്ളൂ. സലഫുകളുടെ അതുപോലെ തന്നെ ആയത്തിന്റെ ഹദീസിന്റെ ആളുകളാവുകയുള്ളൂ. അതായിരുന്നു സ്വഹാബത്തിന്റെ മാർഗം. എത്രയോ സംഭവങ്ങൾ നമുക്ക് അങ്ങനെ കാണാൻ സാധിക്കും. സ്വഹാബത്തിന്റെ ജീവിതത്തിൽ ആയത്ത് കണ്ടാൽ ഈ ആയത്തും വിഷയമായിട്ട് യാതൊരു ബന്ധവുമില്ലെന്ന് നമുക്ക് തോന്നിപ്പോവും. ഈ ആയത്തിന്റെ ഉദാഹരണമാണ് വഅരിദ് അനിൽ ജാഹിലീൻ, ജാഹിലീങ്ങളെ ഒഴിവാക്കുക. ജാഹിലീങ്ങൾ ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താണ്? ശിക്ഷ അർഹിക്കുന്ന ഒരാൾ ശിക്ഷിക്കാൻ പാടില്ല എന്നതിനർത്ഥമുണ്ടോ? ഇല്ല. പക്ഷെ ഉമർ റളിയല്ലാഹു അൻഹു ആ ആയത്ത് കേട്ടപ്പോൾ ആയത്തിനുള്ള ബഹുമാനം, ഖുർആനിനുള്ള ബഹുമാനം, അതിന്റെ പേരിൽ ഈ വ്യക്തിയെ വെറുതെ വിടുകയുണ്ടായി. ഇങ്ങനെയുള്ള നിരവധി സംഭവങ്ങൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അതുപോലെ മറ്റു സ്വഹാബത്തിന്റെ ജീവിതത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കും ഈ ഒരു സ്വഭാവം, ഖുർആനും സുന്നത്തിനും മുന്നിൽ കീഴൊതുങ്ങാനുള്ള ഒരു സ്വഭാവം നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മുനാഫിക്കുകളെ കുറിച്ച് എന്താണ് അല്ലാഹു തആല പറഞ്ഞത്? യതസല്ലലൂന മിൻകും ലിവാദ, നിങ്ങളുടെ കൂട്ടത്തിൽ ഊരിപ്പോകുന്ന ആളുകൾ അള്ളാഹു അറിയുന്നുണ്ട്. ഖദ് യഅലമുല്ലാഹു അല്ലദീന യതസല്ലലൂന മിൻകും ലിവാദ, നിങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹുവിന്റെയും നബിയുടെയും സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ കൽപ്പനകളിൽ നിന്ന് ഊരിപ്പോകാൻ ശ്രമിക്കുന്ന ആളുകൾ അവരെ അള്ളാഹു അറിയുന്നുണ്ട്. അങ്ങനെ അവർ നമ്മുടെ സ്വഭാവം. അത് ഇതിന്റെ നേരെ വിപരീതമാണ്. ഒരായത്തിൽ നിന്ന് ഒരു ഹദീസിൽ നിന്ന് എങ്ങനെ നമുക്ക് രക്ഷപ്പെടാൻ പറ്റും, ഇത് നമ്മുടെ സാഹചര്യത്തിലുള്ളതല്ല, ഇത് നമുക്ക് ബാധകമല്ല എന്നൊക്കെ പറഞ്ഞ് അതിന് രക്ഷപ്പെടാൻ ശ്രമിക്കുക എന്നുള്ളത് മുനാഫിക്കിന്റെ അടയാളമാണ്. നേരെ മറിച്ച് ഒരു മുഅ്മിന്റെ സ്വഭാവം ഇതാണ്. കാന വഖാഫൻ ഇൻദ കിതാബില്ലാഹ്, അള്ളാഹുവിന്റെ കിതാബ് കേട്ടാൽ അവിടെ അടങ്ങുക എന്നുള്ളതാണ് ഒരു മുഅ്മിന്റെ സ്വഭാവം. അല്ലാഹു തആല നമുക്ക് അങ്ങനെയുള്ള സ്വഭാവം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ അൻഫഅനാ ബിമാ അല്ലംതനാ വഅല്ലിംനാ മാ യൻഫഉനാ സുബ്ഹാനക വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.